നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് മൂന്നാർ കയ്യേറ്റമാണ് വിഷയം. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാന വാർത്തകളിലേക്ക്. AK ശശീന്ദ്രന്റെ ഫോൺ വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം. ഫോൺ ചോർത്തൽ നിയമവിരുദ്ധമെന്ന് മുഖ്യമന്ത്രി. ശബ്ദരേഖാ വിവാദം അസ്വാഭാവികമായതെന്ന് ശശീന്ദ്രൻ. തോമസ് ചാണ്ടിയെ മന്ത്രിയാക്കുന്നതിൽ എതിർപ്പുമായി CPM കേന്ദ്ര നേതൃത്വം. മന്ത്രിസ്ഥാനം NCPക്ക് അവകാശപ്പെട്ടത് തന്നെയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മൂന്നാറിൽ കൊമ്പുകോർത്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. ദേവികുളം MLAയുടെ വീട് കയ്യേറ്റ ഭൂമിയിലല്ലെന്ന് മുഖ്യമന്ത്രി. KSEB ഭൂമിയിലെന്ന് രമേശ് ചെന്നിത്തല. സബ് കളക്ടറെ പിന്തുണച്ച് VS-ഉം CPM-നെ വിമർശിച്ച് ജനയുഗവും രംഗത്ത്. മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ സബ് കളക്ടർക്കെതിരായ സമരം CPM പിൻവലിച്ചു. SSLCക്ക് പിന്നാലെ +1 പരീക്ഷയും വിവാദത്തിൽ. മാതൃകാ പരീക്ഷയുടെ മിക്ക ചോദ്യങ്ങളും ജോഗ്രഫി പരീക്ഷയിലും ആവർത്തിച്ചു. SSLC പരീക്ഷാ നടത്തിപ്പിൽ തെറ്റ് സംബന്ധിച്ച് കോടിയേരി ബാലകൃഷ്ണൻ. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള KSU മാർച്ചിൽ സംഘർഷം. ആധാറിൽ കേന്ദ്രത്തിന് തിരിച്ചടി. ക്ഷേമ പദ്ധതികൾക്ക് ആധാർ നിർബന്ധമല്ലെന്ന് സുപ്രീം കോടതി. ആധാർ ബാങ്ക് അക്കൗണ്ടിനടക്കം ചില സേവനങ്ങൾക്കാകാം. ആധാർ നിർത്താനാവില്ലെന്നും കോടതി. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യം സുപ്രീം കോടതി റദ്ദാക്കിയില്ല. ജിഷ്ണുവിന്റെ ആത്മഹത്യക്ക് കാരണം കൃഷ്ണദാസ് ആണെന്നതിന് തെളിവില്ല. ഉത്തരവ് വേദനാജനകമെന്ന് ജിഷ്ണുവിന്റെ അമ്മ മഹിജ. അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിന്റെ 8 മത്സരങ്ങൾക്ക് കൊച്ചി വേദിയാകും. ഫൈനൽ കൊൽക്കത്തയിൽ. ധർമ്മശാല ടെസ്റ്റിൽ ഇന്ത്യക്ക് 106 റൺസ് വിജയലക്ഷ്യം. ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിംഗ്സ് 137 റൺസിന് അവസാനിച്ചു. അശ്വിനും ജഡേജയ്ക്കും ഉമേഷ് യാദവിനും 3 വിക്കറ്റ്. മൂന്നാറിൽ നടക്കുന്നതെന്ത്? മൂന്നാറിൽ കയ്യേറ്റങ്ങൾക്കെതിരെ നിർദാക്ഷിണ്യ നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കയ്യേറ്റങ്ങളും കുടിയേറ്റവും രണ്ടായി കാണും. റിസോർട്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും ഇടുക്കി ഉന്നതതല യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വ്യക്തമാക്കി. മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഉൾപ്പെടെയുള്ള ഇടുക്കി ജില്ലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത്. ഇടുക്കിയിലെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനൊപ്പം ജനങ്ങളെ കണ്ടുള്ള നിലപാടാകും സർക്കാർ സ്വീകരിക്കുകയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു തരത്തിലുള്ള കയ്യേറ്റങ്ങളും പ്രോത്സാഹിപ്പിക്കില്ല. റിസോർട്ടുകൾ ആവശ്യത്തിന് മതി. നൂറ്റാണ്ടുകളായി താമസിക്കുന്നവരെ കയ്യേറ്റക്കാരാണെന്ന് പറഞ്ഞാൽ അവർക്കെതിരെ നടപടിയൊന്നും എടുക്കില്ല. അത് പ്രചരണം കൊണ്ട് മാത്രം നടപടി എടുക്കാൻ പറ്റില്ല. പക്ഷേ കയ്യേറ്റക്കാരായിട്ട് വരുന്നവർക്ക് നേരെ ശക്തമായ നടപടി തന്നെ എടുക്കും. റിസോർട്ട് നിർമ്മാണം ആവശ്യത്തിനേ വേണ്ടൂ എന്നുള്ളതാണ്. അതാണ് ആ ആവശ്യകത കണക്കാക്കിയായിരിക്കണം റിസോർട്ടുകൾ നിർമ്മിക്കുന്നത്. അതാണ്. S. രാജേന്ദ്രൻ MLA ഭൂമി കയ്യേറിയിട്ടില്ല. സബ് കളക്ടറെ രാജേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും ദേവികുളം സബ് കളക്ടറെ മാറ്റുന്ന കാര്യം യോഗം ചർച്ച ചെയ്തില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. പട്ടയഭൂമിയിൽ താമസിക്കുന്നവർക്ക് മരം മുറിക്കാൻ അനുമതി നൽകും. നിലവിൽ കെട്ടിട നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകുന്നത് സബ് കളക്ടറാണ്. കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഇതിനുള്ള അധികാരം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി, റവന്യൂ, വനം മന്ത്രിമാർ, ഇടുക്കിയിലെ ജനപ്രതിനിധികൾ, ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കടേഷ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. കയ്യേറ്റങ്ങളെയും കുടിയേറ്റത്തെയും രണ്ടായി കാണണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സബ് കളക്ടറെ മാറ്റാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കാണെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു. ഈ ഒരു സബ് കളക്ടർ മാറ്റണം എന്നുള്ള കാര്യം ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. മാത്രമല്ല, അത് സബ് കളക്ടർ മാറ്റണമെങ്കിൽ തന്നെ നടപടി സ്വീകരിക്കേണ്ടത് റവന്യൂ വകുപ്പല്ല. സബ് കളക്ടർ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരാളാണ്. അപ്പോൾ അത് അനാവശ്യമായിട്ടുണ്ടാക്കുന്നൊരു വിവാദമാണ്. എന്നാൽ സബ് കളക്ടർ ശ്രീറാം വെങ്കടേഷിനെ പിന്തുണച്ച് VS അച്യുതാനന്ദൻ രംഗത്തെത്തി. മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കുമെന്നും VS പറഞ്ഞു. അത് മാറ്റേണ്ടതില്ല, അതിൻ്റെ യാതൊരു അർത്ഥവുമില്ല. ഇതിനിടെ മൂന്നാർ വിഷയത്തിൽ ദേവികുളം MLA S. രാജേന്ദ്രനെ CPI മുഖപത്രം രൂക്ഷമായി വിമർശിച്ചു. MLAക്ക് ഭൂമാഫിയയുടെ ശബ്ദമാണെന്ന് ജനയോഗം കുറ്റപ്പെടുത്തി. കയ്യേറ്റക്കാർക്ക് പിന്തുണ നൽകുന്നതാണ് രാജേന്ദ്രന്റെ നിലപാട്. ഇത് ഇടതുകുപ്പായം അണിയുന്നവർക്ക് ചേർന്നതല്ലെന്നും ജനയോഗം പറയുന്നു. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. മൂന്നാറിന് വേണ്ടി പ്രത്യേക കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ വേണമെന്നും മൂന്നാർ വികസന അതോറിറ്റി രൂപീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. മൂന്നാറിലെ കയ്യേറ്റ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM നേതാക്കളാണ് മൂന്നാറിൽ ഏറ്റവും അധികം കയ്യേറ്റം നടത്തിയത് എന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. UDF ജില്ലാ നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് പ്രതിപക്ഷ നേതാവ് മൂന്നാറിലെ കയ്യേറ്റ സ്ഥലങ്ങൾ സന്ദർശിച്ചത്. CPM-ന്റെ കയ്യേറ്റ സ്ഥലങ്ങളിൽ പോകുന്നതിനെതിരെ ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ചെന്നിത്തലയെ എതിർപ്പറിയിച്ചിരുന്നെങ്കിലും ആദ്യം അവിടെയായിരുന്നു സന്ദർശനം. ദേവികുളം MLA S. രാജേന്ദ്രൻ ഭൂമി കയ്യേറി വീട് നിർമ്മിച്ചെന്ന് പറയുന്ന സ്ഥലവും ചെന്നിത്തല വീക്ഷിച്ചു.
തുടർന്ന് ടൗണിലെയും പള്ളിവാസലിലെയും വിവിധ കയ്യേറ്റ സ്ഥലങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. എസ് രാജേന്ദ്രൻ വീട് വെച്ചത് KSEB ഭൂമിയിലാണെന്നും പട്ടയമുണ്ടെങ്കിൽ വ്യാജമായിരിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. ധൈര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കൊണ്ട് ഇക്കാര്യം അന്വേഷിപ്പിക്കട്ടെ. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു രാജേന്ദ്രൻ MLA യുടെ സ്ഥലം പട്ടയമുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ? ഇവിടെ കോടതി, ദേവികുളം കോടതി അല്ലേ, ദേവികുളം കോടതി വൈദ്യുതി ബോർഡിന് അനുകൂലമായി വിധിച്ച കേസാണ്. ഇതിനകത്ത് എങ്ങനെയാ വിധിയുള്ളപ്പോൾ എങ്ങനെയാണ് പട്ടയം കൊടുക്കുന്നത്? CPM നേതാക്കളാണ് മൂന്നാറിൽ ഏറ്റവും അധികം കയ്യേറ്റം നടത്തിയിട്ടുള്ളത്. CPM ദേവികുളത്ത് നടത്തുന്ന സമരം അപഹാസ്യമാണ്. ആൽബിന്റെ ഭൂമി കയ്യേറ്റ വിഷയവുമായി ബന്ധപ്പെട്ടാണ് സബ് കളക്ടറെ മാറ്റാൻ ശ്രമമുള്ളത്. മൂന്നാറിന് വേണ്ടി പ്രത്യേക നിയമനിർമ്മാണം നടത്തി മൂന്നാർ വികസന അതോറിറ്റി രൂപീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇവിടെ ഗവൺമെന്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പം പരിസ്ഥിതി കമ്മിറ്റി, അതോടൊപ്പം തന്നെ നമ്മുടെ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കണം. കയ്യേറ്റമൊഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 3-ാം തീയതി UDF മൂന്നാറിൽ സത്യാഗ്രഹം നടത്തുമെന്നും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ന്യൂസ് 18 മൂന്നാർ. CPM നേതാവ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ തിരുവനന്തപുരത്തു നിന്നും ഈ ചർച്ചയിൽ ചേരും. കോൺഗ്രസ് നേതാവ് ശ്രീ സേനാപതി വേണു മൂന്നാറിൽ നിന്ന് ഈ ചർച്ചയിലേക്ക് ചേരും. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ശ്രീ ജോസഫ് C. മാത്യു, മാധ്യമപ്രവർത്തകനായ ശ്രീ TC രാജേഷ് എന്നിവരുമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എസ് രാജേന്ദ്രൻ MLA ഞങ്ങൾ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, എസ് രാജേന്ദ്രൻ ഭൂമി കയ്യേറിയെന്ന് അവിടം വരെ പോയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അതിനെ തള്ളിക്കളയുകയാണ്. മൂന്നാറിലെ ഏറ്റവും വലിയ കയ്യേറ്റക്കാർ CPM ആയതിനാലാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും ഈ നിലപാടെടുക്കുന്നത് എന്ന് ആക്ഷേപിച്ചാൽ എന്താകും മറുപടി? രാജേന്ദ്രൻ MLA അവിടെ ഭൂമി കയ്യേറി അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നതെങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഈ മൂന്നാറിൽ വെളുപ്പാങ്കാലത്തെ അവിടെ പോകുന്നതിന് പകരം 5 വർഷക്കാലം ഇവിടെ ഭരിച്ചല്ലോ. ആ രാജേന്ദ്രനെ അങ്ങ് അവിടെ നിന്ന് ഇറങ്ങിക്കൂടായിരുന്ന ഇത് കയ്യേറ്റ ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, കുടിയേറ്റമല്ല കയ്യേറ്റമാണെന്ന് പറഞ്ഞുകൊണ്ട് രാജേന്ദ്രൻ്റെ അച്ഛനും അവിടെ കുടുംബവും എത്ര കാലമായി അവിടെ താമസിക്കുന്നതാണ്. അതുപോലെ മൂന്നാറിൽ എത്രയോ കാലമായി താമസിക്കുന്ന അവിടെയുള്ള ജനങ്ങളെയൊക്കെ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ട് കിടക്കുക. ഇതൊക്കെ രാഷ്ട്രീയ സ്റ്റണ്ടല്ലേ? ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ 5 വർഷം ഭരിച്ചവരല്ലേ ഈ കയ്യേറ്റക്കാരൊക്കെ ഇറക്കിക്കളയാനത്? ഞങ്ങൾ ഇപ്പോൾ വളരെ വ്യക്തമായി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, കയ്യേറ്റം നടത്തുന്നവരെ അവരെത്ര ഉന്നതരായാലും അവർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കും. എന്നാൽ തലമുറകളായി അവിടെ കുടിയേറി കാട്ടുപോത്തുകളും കാട്ടുമൃഗങ്ങളുമായി മല്ലിട്ട് പല അംഗങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ജീവൻ നഷ്ടപ്പെട്ട് അതിനുശേഷം അവർ നട്ടുവളർത്തിയ വൃക്ഷങ്ങളും അവർ താമസിച്ച് അവിടെ ഉപജീവനം കഴിച്ച് വരുന്നവരെയൊക്കെ കയ്യേറ്റക്കാരെന്ന് പറഞ്ഞ് ഒഴിപ്പിക്കാൻ പോയാൽ അവിടെയുള്ള ജനങ്ങൾ സമ്മതിക്കുമോ? അവിടെ ജീവിതം മുഴുവൻ അവിടെ അല്ലേ? എങ്ങനെയാണ് ഇപ്പോൾ ഇത് തോന്നിയ ഒരു പുതിയ ആവേശം തോന്നിയത്? 5 വർഷം ഭരിച്ചപ്പോൾ തോന്നാത്ത ആവേശം. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ സ്റ്റണ്ടാണ്. ഇതിനകത്ത് യാതൊരു കഴമ്പുമില്ല. വളരെ വ്യക്തമായി ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, കുടിയേറ്റക്കാരായ ആളുകൾക്ക് കൈവശം വെച്ച് അനുഭവിച്ചു വരുന്നവർക്ക് പട്ടയം കൊടുക്കും. അവർ നട്ടുവളർത്തിയ വൃക്ഷങ്ങൾ മുറിക്കാനുള്ള അവകാശം അവർക്കുണ്ട്, അത് ചെയ്യും. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള കെട്ടിട നിർമ്മാണങ്ങളെ അവിടെ ആകാൻ പാടുള്ളൂ. മൂന്നാറിൻ്റെ പരിസ്ഥിതി തകർക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ അവിടെ ജനങ്ങളുടെയും കൂടെ ഒരു ആവശ്യമാണ്. അതിന് വ്യത്യസ്തമായ ഏതെങ്കിലും കയ്യേറ്റക്കാർ പരിശ്രമിക്കുന്നുവെങ്കിൽ അതിനെ ശക്തിയായി നേരിടും എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും മുഖ്യമന്ത്രി അത് പറഞ്ഞു. കയ്യേറ്റവും കുടിയേറ്റവും രണ്ടാണ്, അത് രണ്ടായി തന്നെ കാണും എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് മാത്രമല്ല, ഈ പറയുന്ന കയ്യേറ്റവും കുടിയേറ്റവും രണ്ടാണ്. ഭൂമിയും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ആളുകളുടെ ജീവിതവും പ്രധാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ എസ് രാജേന്ദ്രൻ MLA യുടെ വീട് സംബന്ധിച്ചുള്ള വിഷയം അങ്ങനെ തീരുമോ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ? അതായത് അത് KSEB സ്ഥലമാണ് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. അങ്ങനെ കോടതി വിധി തന്നെയുണ്ട്. അപ്പോൾ അത് കുടിയേറ്റമല്ല കയ്യേറ്റമാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് വ്യക്തമാവുകയാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തോട് ഇറങ്ങുക എന്നതല്ലേ CPM പറയേണ്ടത്? അത് പറയാത്തത് എന്തുകൊണ്ടാണ്? വസ്തുതാവിരുദ്ധമാണ്. ഈ പ്രശ്നം നേരത്തെ ഉയർന്നു വരുന്നപ്പോൾ പരിശോധിച്ചിട്ട് ഇത് തലമുറകളായി രാജേന്ദ്രൻ്റെ കുടുംബം അവിടെ താമസിച്ച് വരുന്നതാണ്. കയ്യേറ്റമല്ല കുടിയേറ്റമാണെന്ന് കണ്ടതാണ്. കയ്യേറ്റമാണെന്ന് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് തോന്നിയെങ്കിൽ 5 വർഷം രമേശ് ചെന്നിത്തലല്ലേ ഇവിടെ ഭരിച്ചത്? അങ്ങ് ഒഴിപ്പിക്കാനെന്ത്? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വീണ്ടും ആവർത്തിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയമായ ഒരു തട്ടിപ്പൊരു സ്റ്റണ്ടിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. മാർക്സിസ്റ്റുകാരാണ് അവിടെ എല്ലാം കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവിടെയുള്ള ജനങ്ങളാണ് തലമുറകളായി അവിടെ ഭൂമിയിൽ കുടിയേറ്റക്കാരായി
ഈ സമ്പത്ത് കാർഷിക വിളകളെല്ലാം ഉൽപ്പാദിപ്പിച്ച് നാണ്യവിളകൾ ഉൽപ്പാദിപ്പിച്ച് രാജ്യത്തിനാകെ വമ്പിച്ച നേട്ടമുണ്ടാക്കി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്ത് വിദേശ നാണ്യം നേടിത്തരുന്ന അവിടെയുള്ള ജനങ്ങളാണ്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടാവും, കേരള കോൺഗ്രസ് ഉണ്ടാവും, ഒരു പാർട്ടിയിൽപ്പെടാത്തവരും ഉണ്ടാവും. അവിടെയുള്ള ജനങ്ങളാണത്. അത് മാർക്സിസ്റ്റ് പാർട്ടി അടിക്കാനുള്ള വടിയായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതവിടെ ചിലവാകില്ല. ഞാൻ തിരിച്ചു വരാം ശ്രീ ആനന്ദവട്ടമാനന്ദൻ താങ്കളിലേക്ക്. ശ്രീ ജോസഫ് സി മാത്യു, നിർദാക്ഷിണ്യ നടപടിയെടുക്കും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞത്. നിർദാക്ഷിണ്യമായ നടപടി നേരത്തെയും എടുത്തിട്ടുണ്ട് ഇടത് സർക്കാർ തന്നെ. VS സർക്കാരിൻ്റെ നിർദാക്ഷിണ്യ നടപടി പിന്നീട് പക്ഷേ പലതരം വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കയ്യേറ്റങ്ങൾ ഒഴിവാക്കുക, മൂന്നാറിനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി നിർദാക്ഷിണ്യമായിട്ട് നടപടികൾ സ്വീകരിക്കൽ സാധ്യമാകുമോ? പലതരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള സംഗതികൾ അതിനകത്ത് ഉൾക്കൊണ്ട് കിടക്കുന്ന കാലത്തോളം ഇതെങ്ങനെയാണ് പരിഹരിക്കാനാവുക? അതിനുള്ളൊരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഈ സർക്കാർ കാണിച്ചാൽ തീർച്ചയായും അത് സാധ്യമാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഒരു ഇടതുപക്ഷ സർക്കാരിനല്ലാതെ ഒരു UDF സർക്കാരിനെ കൊണ്ടത് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. കാരണം അത്രയധികം കോൺട്രഡിക്ഷൻസ് അവിടെ UDF അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ശ്രീ ആനത്തലവട്ടം പറഞ്ഞതിനോട് തന്നെ ഞാൻ ആ 3 കാര്യങ്ങളോടും ഒന്ന് വളരെ പെട്ടെന്ന് പ്രതികരിക്കട്ടെ. ഒന്ന്, UDFന് ഇത് പറയാനുള്ള യാതൊരു ധാർമ്മിക അവകാശവും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞതിനോട് ഞാനും പൂർണ്ണമായി യോജിക്കുക. കാരണം 2010 ഈ ഇടതുമുന്നണി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി നടത്തിയ പ്രസ്താവന, സർക്കാരിൻ്റെ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിക്ക് പ്രതിപക്ഷം എല്ലാവിധ സഹായവും കൊടുത്തു, അതിനെ ഞങ്ങൾ പൂർണ്ണമായി പിന്താങ്ങുന്നു, എന്നാൽ ഭരണമുന്നണിയിലെ കോൺട്രഡിക്ഷൻസ് കൊണ്ടാണ് അത് നടക്കാതെ പോയതെന്നാണ്. അതിനുശേഷം UDF അധികാരത്തിൽ വന്ന് 1 മാസത്തിനകം, മെയ്യിൽ അധികാരത്തിൽ വന്നു, ജൂൺ മാസത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു. അന്ന് ഈ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ശക്തമായ നടപടിയെടുക്കും, നിയമത്തിൻ്റെ ബുൾഡോസർ ഉരുളും എന്ന് അന്നത്തെ റവന്യൂ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് നമുക്കറിയാം. എന്ന് മാത്രമല്ല 1977 മുമ്പുള്ള പട്ടയങ്ങൾക്ക് 1 വർഷത്തിനകം പട്ടയം കൊടുക്കുമെന്നും അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ മുഖ്യമന്ത്രി റവന്യൂ മന്ത്രിക്ക് ഒരു സ്വർണ്ണമോതിരം കൊടുക്കുമെന്നും അന്ന് അനൗൺസ് ചെയ്തതാണ്. എന്നാൽ 1 വർഷത്തിന് ശേഷം ഇതേ റവന്യൂ മന്ത്രി പറഞ്ഞത് അവിടെ മൂന്നാറിൽ മുൻപ് നടന്നത് ഭരണകൂട ഭീകരതയാണെന്നാണ്. അപ്പോൾ നിയമത്തിൻ്റെ ബുൾഡോസർ മാറി, നേരത്തെ നടന്നത് ഭരണകൂട ഭീകരത എന്ന് ബ്രാൻഡ് ചെയ്തു. അതിനുശേഷം ശ്രീ അടൂർ പ്രകാശ് റവന്യൂ മന്ത്രിയായി. അദ്ദേഹം ഇതിനെ പരസ്യമായി തള്ളിപ്പറയുക മാത്രമല്ല, ജൂൺ 1, 2005 മുൻപുള്ള കയ്യേറ്റങ്ങളെ റെഗുലറൈസ് ചെയ്യുന്ന രീതിയിൽ ലാൻഡ് അസൈൻമെൻറ്റ് റൂൾ അമെൻഡ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അത് തീരുമാനം വന്ന ശേഷം കോൺഗ്രസ്സിലേത് ഉൾപ്പെടെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അത് പിൻവലിച്ചു എന്ന് പ്രഖ്യാപിച്ചു. അതിന് ജിയോ ഇറക്കിയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ CAG റിപ്പോർട്ട്, ഇപ്പോൾ 2016 വരെയുള്ള CAG റിപ്പോർട്ട് വന്നതിലും മൂന്നാറിലും വാഗമണ്ണിലും കയ്യേറ്റം ഒഴിപ്പിക്കാൻ UDF സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് കുറ്റപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ UDFന് ഇത് പറയാനുള്ള യാതൊരു അവകാശവുമില്ല. 2, കയ്യേറ്റവും കുടിയേറ്റവും സംബന്ധിച്ച് നമ്മൾ ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി വരുന്ന എല്ലാ ഘട്ടങ്ങളിലും പറയുന്നതാണ്. സത്യത്തിൽ അതിനെ ഒന്ന് നിർവചിക്കേണ്ടതാണ് സർക്കാർ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വിചാരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് ഇതര ഭാഗങ്ങളിൽ കിടപ്പാടമില്ലാതെ വീടും കുടിയും ഇല്ലാതെ അവിടെ വന്ന് താമസിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ, കർഷകരുണ്ടെങ്കിൽ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ കുടിയേറ്റക്കാരാണ്. അവർക്ക് അവിടെ തന്നെ സ്ഥലം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സമീപ പ്രദേശത്ത് അസൈനബിളായിട്ടുള്ള ഭൂമി കണ്ടെത്തി അവർക്ക് ഭൂമി കൊടുക്കേണ്ടതാണ്. പക്ഷേ അതേസമയം സംസ്ഥാനത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ വീടും പറമ്പും അതേപോലെ തന്നെ റിസോർട്ടുകളും ഒക്കെ ഉള്ളവർ അവിടെ വന്ന് 5 സെൻറ്റ് ആയിക്കോട്ടെ 2 സെൻറ്റ് ആയിക്കോട്ടെ, അത് കയ്യേറുന്നത് കയ്യേറ്റം തന്നെയാണ്. അത് കുടിയേറ്റം എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ പക്ഷേ പലപ്പോഴും 5 സെൻറ്റ് 8 സെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ അവിടുത്തെ ലോക്കൽ പൊളിറ്റിക്കൽ കക്ഷികൾ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള റിസോർട്ടിനെയാണ്. അവർ കുടിയേറ്റക്കാരല്ല, അവർക്ക് സംസ്ഥാനത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ മറ്റ് വ്യവസായങ്ങളും കിടപ്പാടവും എല്ലാം ഉള്ളവരാണ്. അപ്പോൾ ഇതിനെ വളരെ ശക്തമായി നമ്മൾ വേർതിരിച്ച് അറിയേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ നടപടിയെടുക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, അത് പരിസ്ഥിതി ലോല പ്രദേശമായതുകൊണ്ടാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഇത്രയും റെസ്ട്രിക്ഷനൊക്കെ പറയുന്നത്. അത് കെട്ടിടം ഏറ്റെടുത്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല. കോടതിയുടെ മുമ്പിൽ ചെന്ന് സർക്കാർ കെട്ടിടം പണിതാൽ ഇവിടെ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാവില്ല, അതൊരു സ്വകാര്യ വ്യക്തി പണിതാൽ ആഘാതം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരു കോടതിക്കും ഒരു നിയമത്തിനും അത് ബോധ്യപ്പെടില്ല. അതുകൊണ്ട് കെട്ടിടം ഇടിക്കേണ്ടതില്ല, കെട്ടിടം ഏറ്റെടുത്താൽ മതി എന്ന് പറയുന്നവർ ഇത് തകിടം മറിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു നടപടിയിലേക്ക് നീങ്ങാൻ ഇടതുമുന്നണി സർക്കാർ തയ്യാറായാൽ
തീർച്ചയായിട്ടും അത് കഴിയും. അത് മൂന്നാർ അത് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അവിടെ കിണറിടിഞ്ഞ് താഴ്ന്നു, അവിടെ ചുവന്ന മഴ പെയ്യുന്നു, അവിടെ പാറ. അതാണ് അത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, ഒന്ന് ഞാൻ ഇടപെട്ട് ചോദിച്ചുകൊള്ളട്ടെ. അതായത് നമ്മുടെ ഈ എസ് രാജേന്ദ്രൻ MLA വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാൽ, അവിടെ ആ പ്രദേശം ഒരു പാർട്ടി ഗ്രാമമാക്കി മാറ്റിയിരിക്കുന്നു. CPM ആണ് അവിടെ ഭൂമി കയ്യേറിക്കൊണ്ടിരിക്കുന്നത് എന്ന നിലപാടാണല്ലോ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു കയ്യേറ്റം എന്ന് പറയാവുന്ന നിലയുണ്ടോ? അദ്ദേഹം താമസിക്കുന്ന വീടാണ്. അവിടെ ഈ മുൻകാലത്ത് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്തടക്കം നടപടികൾ സ്വീകരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വസതി അവിടെ ഉണ്ടായിരുന്നോ? അത് ഇപ്പോൾ കയ്യേറി KSEBയുടെ കൈവശമുള്ള സ്ഥലം, പൊതുസ്ഥലം, സർക്കാർ സ്ഥലം കയ്യേറി MLA അടക്കമുള്ള CPM നേതാക്കൾ അത് സ്വന്തമാക്കി വെച്ചിരിക്കുകയാണോ ഇപ്പോൾ? സനീഷ്, അതിലെനിക്ക് ബോധ്യമുള്ള കാര്യം ഞാൻ ആദ്യം പറയാം. 2006 ഇടതുമുന്നണി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആ ഭൂമി ശ്രീ രാജേന്ദ്രൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ വീടും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള രീതിയിൽ അത് പുതുക്കി പണിതിരിക്കുന്നത് ഈ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് പരിശോധിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ലിസ്റ്റ് ഓഫ് അസൈനബിൾ ലാൻഡിൻ്റെ കൂട്ടത്തിൽ ആ സർവേ നമ്പർ ഇല്ല. അത് രവീന്ദ്രൻ പട്ടയത്തിൻ്റെ ഭാഗമായി അത് അസൈൻമെൻറ്റ് കമ്മിറ്റി ശുപാർശ ചെയ്തതിൻ്റെ ഭാഗമായി കിട്ടിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അസൈൻമെൻറ്റ് കമ്മിറ്റി അങ്ങനെ ശുപാർശ ചെയ്യണമെങ്കിൽ അങ്ങനെ ശുപാർശ ചെയ്യപ്പെടുന്നവർക്ക് നൽകേണ്ടത് അസൈനബിൾ ലാൻഡിൻ്റെ പരിധിയിൽപ്പെടുത്തിയിരിക്കുന്ന സർവേ നമ്പറിൽ പെട്ടതാണ്. ഈ ഭൂമി അങ്ങനെ അസൈനബിൾ ലാൻഡ് എന്നുള്ള രീതിയിൽ സർക്കാർ രേഖപ്പെടുത്തി അങ്ങനെ പുരയിടമാക്കി വേർതിരിച്ച സ്ഥലമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത് ഇത്തരം പരസ്യ പ്രസ്താവനകളല്ലാതെ, അത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞില്ല, ശരി, അദ്ദേഹത്തിന് ഇപ്പോൾ അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ അദ്ദേഹം അത് ഗവൺമെൻറ്റിന് രേഖാമൂലം എഴുതി കൊടുക്കണം. ഇത് ഇന്ന സർവേ നമ്പർ അല്ലെങ്കിൽ ഈ വ്യക്തി താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടണം. ഈ പലപ്പോഴും ഈ പ്രസ്താവനകളിലൂടെ നടന്നിട്ട് അടുത്ത 5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു പ്രസ്താവനയാണ്. തീർച്ചയായും തിരിച്ചു വരാം. ശ്രീ ജോസഫ് കോൺഗ്രസ് നേതാവ് ശ്രീ സേനാപതി വേണു, അദ്ദേഹം മൂന്നാറിൽ നിന്നും ഇപ്പോൾ തത്സമയം നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ സേനാപതി വേണു, നിങ്ങളുടേത് വെറും രാഷ്ട്രീയ സ്റ്റണ്ടാണ് എന്ന് ശ്രീ ആനന്ദവട്ടമാനന്ദൻ നേരത്തെ പറഞ്ഞു വെച്ചു. അത് അങ്ങനെ തന്നെയാണല്ലോ എന്ന് നമുക്കും തോന്നും. എന്തുകൊണ്ടെന്നാൽ എസ് രാജേന്ദ്രൻ്റെ വീട് അവിടെ എടുത്തത്, ആ പണി നടത്തിയത് UDF സർക്കാരിൻ്റെ കാലത്താണ്. ഇന്നിപ്പോൾ ആ സർക്കാരിൻ്റെ കാലത്ത് ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് ഇന്നിപ്പോൾ സർക്കാർ മാറിയപ്പോൾ രാഷ്ട്രീയമായിട്ട് ഈ സർക്കാരിനെ അങ്ങ് ബുദ്ധിമുട്ടിച്ച് കളയാം എന്ന് വിചാരിച്ച് പ്രതിപക്ഷ നേതാവും താങ്കളടക്കമുള്ള ആളുകളും ഇറങ്ങിയിരിക്കുകയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ബഹുമാന്യനായ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ സാറ് അദ്ദേഹം വസ്തുതകൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് CS രാജേന്ദ്രനും അദ്ദേഹത്തിൻ്റെ പൂർവ്വ മാതാപിതാക്കളുമൊക്കെ 2-3 തലമുറകളായിട്ട് താമസിച്ചു വരുന്ന ഭൂമിയാണ് എന്നാണ് അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറഞ്ഞത്. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. 1992 ദേവികുളം മുനിസിഫ് കോടതിയിൽ നടന്ന ഒരു കേസിൽ അത് KSEB എതിർകക്ഷിയും അതിൻ്റെ അടുത്ത കക്ഷി CS രാജേന്ദ്രനുമായിരുന്നു. ആ KSEBയുമായിട്ടുള്ള കേസിൽ മുനിസിഫ് കോടതിയുടെ ഉത്തരവ് 843 എന്ന സർവേ നമ്പറിൽ പറയുന്ന ഭൂമി, അതായത് ഇപ്പോൾ ശ്രീ രാജേന്ദ്രൻ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി, അത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റേതാണ് എന്ന് കണ്ടെത്തി ദേവികുളം മുനിസിഫ് കോടതിയുടെ അസന്നിഗ്ധമായ വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ശ്രീ ജോസഫ് സി മാത്യു സാറ് ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞത് രാജേന്ദ്രൻ്റെ ഭൂമി അസൈനബിൾ ലാൻഡിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭൂമിയാണ്. ബഹുമാന്യനായ ശ്രീ ജോസഫ് സി മാത്യു ചോദിച്ച ഒരു ചോദ്യം, രമേശ് ചെന്നിത്തല ഇല്ലെങ്കിൽ UDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് നടത്തുവാൻ കഴിഞ്ഞില്ല, ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോൾ പുതുതായി അവിടെ ഉണ്ടായിരിക്കുന്ന വലിയ ബംഗ്ലാവ് അത് ഇല്ലെങ്കിൽ വലിയ കെട്ടിടം അത് KSE ബോർഡിൻ്റെ സ്ഥലത്താണ് ഇരിക്കുന്നത്. ഒരു MLA മൂന്നാറിനെ പ്രതിനിധീകരിക്കുന്ന ദേവികുളത്തിൻ്റെ MLAയുടെ ഭൂമി, ആ ഭൂമി ഇരിക്കുന്നത് അത് KSE ബോർഡിൻ്റെ ഭൂമിയാണ്. ആ ഭൂമി അനധികൃതമായിട്ട് കയ്യേറി. എന്തുകൊണ്ട് അദ്ദേഹത്തിന് പട്ടയം കിട്ടാത്തത്? അത് പട്ടയം ഉണ്ടായെങ്കിൽ അത് വ്യാജ പട്ടയമാണ്, ഒരു സംശയവുമില്ല. അത് KSE ബോർഡിൻ്റെ ഭൂമിയാണ്. ആ ഭൂമിയിൽ അദ്ദേഹം വീട് വെച്ച് താമസിക്കുന്നത് അത് അനധികൃതമാണ്. ആ കയ്യേറ്റം അത് ഒഴിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഒരു കാര്യം കൂടി അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബഹുമാന്യനായ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി പദം ഒഴിയുന്ന കാലഘട്ടത്തിൽ PC സനൽകുമാർ IAS കൊടുത്ത 69 പ്രധാനപ്പെട്ട കയ്യേറ്റക്കാരുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര്
എസ് രാജേന്ദ്രൻ MLA ആയിരുന്നു. പക്ഷേ അദ്ദേഹം MLA എന്ന നിലയിലുള്ള സ്വാധീനവും ഇല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടിതമായിട്ടുള്ള സ്വാധീനവും കയ്യൂക്കും മസിൽ പവറിൻ്റെയും ഒക്കെ ബലത്തിൽ ചിലപ്പോൾ ഭൂമി അദ്ദേഹം കൈവശം വെച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കൽ നടന്നിട്ടില്ലായിരിക്കാം. പക്ഷേ ഒരു കാര്യം ജോസഫ് സി മാത്യു കൂടി ബോധ്യപ്പെടേണ്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലും അതിനുശേഷം ബഹുമാന്യനായ അടൂർ പ്രകാശിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് ചിന്നക്കനാല്, ലക്ഷ്മി, അതുപോലെ തന്നെ പോതമേട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കയ്യേറ്റക്കാരുടെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത് എന്നുള്ള സത്യം മനസ്സിലാക്കണം. ഹരീഷ് വാസുദേവൻ, ഈ രാഷ്ട്രീയ നേതൃത്വം, ഞാൻ തിരിച്ചു വരാം ശ്രീ സേനാപതി വേണു താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഈ രാഷ്ട്രീയ നേതാക്കൾ നേതൃത്വം, സർക്കാർ നേതൃത്വം എല്ലാ കാലത്തും മൂന്നാർ സംബന്ധിച്ച് അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. അങ്ങേയറ്റം നിർദാക്ഷിണ്യമായ നടപടി കഴിഞ്ഞ LDF സർക്കാർ സ്വീകരിക്കുകയും അതിന് വലിയ തോതിലുള്ള തിരിച്ചടികളും തുടർ ചർച്ചകളുമൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മൂന്നാറിലെ കയ്യേറ്റം യാഥാർത്ഥ്യമാണ്. കയ്യേറ്റം സംബന്ധിച്ച് ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ വാർത്തകൾ വരികയാണ്. എസ് രാജേന്ദ്രൻ, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, ഇടത് രാഷ്ട്രീയ നേതൃത്വം കൂടുതലായിട്ടും ഈ കയ്യേറ്റക്കാരാണ് എന്ന മട്ടിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നുണ്ടാവുക? എന്തുകൊണ്ടാണ് ഇതിന് ഇക്കാര്യത്തിൽ തീർപ്പുകളിലേക്ക് എത്താൻ പറ്റാത്തത്? VS സർക്കാർ ഒന്നാം മൂന്നാർ ഓപ്പറേഷൻ തുടങ്ങിയപ്പോഴാണ് മൂന്നാറിൽ ഇത്രയധികം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞത്. കയ്യേറ്റം എന്നുള്ള വാക്ക് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സർക്കാർ സ്ഥലം കയ്യേറുന്നതിനപ്പുറത്ത് പട്ടയ നിർമ്മാണം നടത്തുക, നിർമ്മിച്ച പട്ടയങ്ങൾക്കകത്ത് കൃഷി ചെയ്യാൻ കൊടുക്കുന്ന പട്ടയങ്ങൾക്കകത്ത് റിസോർട്ടുകൾ പണിയുക, ഏലകൃഷിക്കെടുത്ത ഭൂമിയിൽ പാട്ടം നിയമവ്യവസ്ഥകൾ ലംഘിച്ച് കൃഷി റിസോർട്ട് പണിയുക തുടങ്ങിയ സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒന്നാം മൂന്നാർ ഓപ്പറേഷന് ശേഷം വളരെ കൃത്യമായ മെസ്സേജ് മൂന്നാറിൽ എല്ലാവർക്കും കിട്ടിയതാണ്. ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടപ്പെടും എന്ന് മൂന്നാറിൽ പൊളിക്കൽ തുടങ്ങിയപ്പോൾ മുതൽ ആളുകൾക്ക് ബോധ്യമായതാണ്. കേരളത്തിൽ മൊത്തത്തിൽ മൂന്നാർ ഒരു ചലനം ഉണ്ടാക്കിയിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പൊതുഭൂമികൾ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഒരു വലിയ ഉത്സവം നമ്മൾ VS സർക്കാരിൻ്റെ കാലത്ത് കണ്ടു. രണ്ടാം മൂന്നാർ ഓപ്പറേഷൻ വളരെ പതിയെ ഏറ്റവും എളുപ്പം ഒഴിപ്പിക്കാൻ കഴിയുന്ന ആളുകളെ ഒഴിപ്പിക്കുകയും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വം നൽകി അവിടെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പോയി ഒഴിപ്പിച്ചവർ തന്നെ വീണ്ടും വീണ്ടും കയ്യേറുന്ന സ്ഥിതിയും നമ്മൾ കണ്ടു. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്താണ് മൂന്നാർ ഓപ്പറേഷന് ശേഷം നിർത്തിവെച്ച എല്ലാ കൺസ്ട്രക്ഷൻസും പൂർത്തിയായിരിക്കുന്നത്. ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് സംശയമുണ്ടെങ്കിൽ ഗൂഗിൾ എർത്ത് എന്ന് പറയുന്ന എല്ലാവർക്കും കിട്ടുന്ന സോഫ്റ്റ്വെയർ കിട്ടും, എടുത്ത് നോക്കിയാൽ മതി കെട്ടിടങ്ങൾ ഏത് കാലത്താണ് പൊങ്ങിയിട്ടുള്ളത് എന്ന്. UDF സർക്കാരിൻ്റെ കാലത്ത് നിന്ന് വീണ്ടും LDF സർക്കാരിൻ്റെ കാലത്ത് വന്നപ്പോൾ ശക്തനായ ഒരു സബ് കളക്ടർ അവിടെ വരുന്നു. ഈ സബ് കളക്ടർക്ക് തൊട്ട് മുമ്പിരുന്ന സബ് കളക്ടറും ഇതുപോലെ തന്നെ ശക്തനായിരുന്നു. പക്ഷേ മീഡിയയുടെ അറ്റൻഷൻ ഉണ്ടായിരുന്നില്ല. വളരെ ശക്തമായി നിലപാട് സ്വീകരിച്ചിരുന്ന ദേവികുളം സബ് കളക്ടർ സബീനെ പിന്നീട് അവിടെ നിന്ന് നീക്കം ചെയ്തു. അവിടെ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തികൾ ഒന്നൊന്നായി റിപ്പോർട്ട് ചെയ്ത SP-യെ രായ്ക്ക് രാമാനം അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു. പോലീസ് സൂപ്രണ്ട് പോലും ഇവിടെ കയ്യേറ്റം നടക്കുന്നു, നഗ്നമായ നിയമലംഘനം നടത്തുന്നു, ഇടുക്കിയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടിയുടെ വ്യത്യാസമില്ലാതെ ഈ കയ്യേറ്റത്തിൽ പങ്കുണ്ട് എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു. അതും കാറ്റിൽ പറത്തുന്നു. നേരത്തെ CHR-ൽ കാടമഹിൽ റിസർവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി മുമ്പാകെ കൊടുത്ത അഫിഡവിറ്റിൽ അവിടുത്തെ ഒരു MP തന്നെ ഭൂമി കയ്യേറതായി, വക്കച്ചൻ മറ്റത്തിൽ എന്ന MP ഭൂമി കയ്യേറതായി പറയുന്നു. അപ്പോൾ 2005 മുതൽ ഇങ്ങോട്ടുള്ള നിരവധി കയ്യേറ്റത്തിൻ്റെ പേരുകൾ എല്ലാം സർക്കാരിന് മുമ്പിലുണ്ട്. നടപടിയെടുക്കാൻ ഒരു ഉദ്യോഗസ്ഥനും അനുവാദം കിട്ടിയിരുന്നില്ല. ഒരാളുടെയും അനുവാദം കാക്കാതെ ഒരു ശ്രീറാം ഇതാ നടപടികളുമായി മുമ്പോട്ട് പോയിരിക്കുന്നു. അതിനിപ്പോൾ പൊതുസമൂഹത്തിൻ്റെ പിന്തുണ കിട്ടിയിരിക്കുന്നു. അതാണിപ്പോൾ മൂന്നാറിൽ നടക്കുന്നത്. അതാണ് ശ്രീ ആനന്ദവട്ടം ആനന്ദൻ, ഈ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ, താങ്കൾ അതിനെ ശരിവെച്ചതുപോലെ, കയ്യേറ്റമായിട്ടും കുടിയേറ്റത്തെ, അവിടെ 400 കൊല്ലങ്ങളായി താമസിക്കുന്ന ആളുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ നാട്ടിൽ തന്നെ താമസിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നതൊക്കെ പറ്റും. പക്ഷേ ഇച്ഛാശക്തി വേണം. ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടല്ലല്ലോ ഈ കാര്യങ്ങളിൽ ഇത്രയും കാലം ഇങ്ങനെ പ്രശ്നങ്ങൾ തുടർന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ സബ് കളക്ടർ ശക്തമായൊരു നടപടി സ്വീകരിക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ CPM നേതൃത്വമാണ്. ഈ രാജേന്ദ്രൻ അടക്കമുള്ള ആളുകളാണ്, എസ് രാജേന്ദ്രൻ MLA ഉൾപ്പെടെയുള്ള ആളുകളാണ്. 4 കാലിലെ തിരിച്ചു പോകാനാവൂ എന്നതടക്കമുള്ള ഭീഷണികൾ അദ്ദേഹം ഉയർത്തിയിട്ടുണ്ടെന്നാണല്ലോ മാധ്യമ വാർത്തകളിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മൂന്നാർ പ്രശ്നം പരിഹരിക്കുകയും കയ്യേറ്റം ഒഴിപ്പിക്കുകയും നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമാണെങ്കിൽ അതിനുവേണ്ടി നിൽക്കുന്ന ശരിയായ ഉദ്യോഗസ്ഥർ, കരുത്തരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നിങ്ങളുടെ ആളുകൾ സംസാരിക്കുന്ന അവസ്ഥ വരുന്നത്? രാജേന്ദ്രൻ 4 കാലിൽ തിരിച്ചു പോകുമെന്നൊന്നും ആരുടെ പറഞ്ഞിട്ടില്ല. അതൊക്കെ വെറുതെ സൃഷ്ടിക്കലാണ് വാർത്തകൾ.
പക്ഷേ ഇവിടെ ഇപ്പോൾ നടന്ന ചർച്ചയിൽ ഒരു കാര്യം മനസ്സിലായല്ലോ. ശ്രീ പരിസ്ഥിതി പ്രവർത്തകൻ തന്നെ ഇവിടെ സൂചിപ്പിക്കുണ്ടായി. LDFിൻ്റെ കാലത്ത് ഒഴിപ്പിച്ചെടുത്ത് പോലും UDFിൻ്റെ കാലത്താണ് അവിടെ ഈ നിർമ്മാണ പ്രവർത്തനം മുഴുവൻ നടന്നത്. ആ നിർമ്മാണ പ്രവർത്തനം നടന്നതിനെക്കുറിച്ച് ചെറുവിരൽ അനക്കാതെ ഇപ്പോൾ വരികയാണ് എവിടെ അവരെ എല്ലാവരെയും ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് ന്യായീകരണമാണ് അതിനകത്തുള്ളത്? രാജേന്ദ്രൻ്റെ വീടും പറഞ്ഞുകൊണ്ട് അവിടെ മാർക്സിസ്റ്റ് വിരുദ്ധ വികാരം ജ്വരം കത്തിക്കാനാണ് ശ്രമിക്കുന്നത്. രാജേന്ദ്രൻ്റെ വീട് എന്തായാലും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സ്ഥലത്താണ്. നല്ല ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഒഴിപ്പിക്കാൻ നടപടിയെടുക്കണം. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സ്ഥലത്താണെങ്കിൽ രാജേന്ദ്രനും രാജേന്ദ്രൻ്റെ കുടുംബവും അവിടുത്തെ തോട്ടം തൊഴിലാളികളായി പണിയെടുക്കുന്നവർ അവരവിടെ വർഷങ്ങളായി താമസിച്ച് വരുന്നത്. ഇപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ, 1992 തന്നെ രാജേന്ദ്രൻ്റെ കുടുംബം അവിടുത്താണ്. അപ്പോൾ എത്ര വർഷമായി? 24-25 വർഷമായില്ലേ? 25 വർഷമായി താമസിക്കുന്ന ആളെ ആർക്കാണ് ഒഴിപ്പിക്കാൻ സാധിക്കുക? പക്ഷേ അവിടെയാണ് പ്രശ്നം. ശ്രീ ആനന്ദവട്ടം കോടതി വിധി ശ്രീ ആനന്ദവട്ടം കോടതി വിധി 1992 വന്നു എന്നാണല്ലോ പറയുന്നത്. കോടതി വിധി ഈ സ്ഥലം KSEBക്ക് ഉള്ളതാണ്, KSEBയുടേതാണ് എന്ന് പറഞ്ഞിട്ടും അവിടെ താമസിക്കുകയാണ്. അത് കയ്യേറ്റമല്ലേ? പിന്നെ ഒരു കോടതി വിധി ഉണ്ടായിട്ട് പോലും അതിനെ ലംഘിച്ചുകൊണ്ട് അവിടെ താമസിക്കുന്നു 10-25 കൊല്ലമായിട്ട് എന്നത് മതിയായ കുറ്റമല്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ, 92 UDF ആണ് ഇവിടെ ഭരിച്ചിരുന്ന. കോടതി വിധി വന്നപ്പോൾ എന്താ ഒഴിപ്പിക്കാഞ്ഞത്? ഈ ആൾക്കാർ ഈ വിമർശനം കൊണ്ടുവരുന്നവരല്ലേ ഭരിച്ചിരുന്നത്. അതിന് ശേഷവും UDF ഭരിക്കാൻ വന്നല്ലോ. എപ്പോഴെങ്കിലും ഒഴിപ്പിക്കാൻ വരുന്ന ചെറുവരാനൊക്കെയിട്ടുണ്ടോ? കഴിഞ്ഞ LDF ഗവൺമെൻറ് അവിടെ ഈ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിച്ചപ്പോൾ ഈ UDFകാർ എവിടെയാണ് നിന്നത്? അതിൽ കുറ്റം കണ്ടെത്താനും അതിനെ ആക്ഷേപിക്കാനും തടസ്സമുണ്ടാക്കാനും ശ്രമിച്ചവരല്ലേ? ആ പണി അതിന് ശേഷം അവിടെ LDF കാലത്ത് ഒഴിപ്പിച്ചവർക്ക് വീട് വയ്ക്കാനും ഫ്ലാറ്റ് നിർമ്മിക്കാനും സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ് UDFിൻ്റെ കാലത്ത് ചെയ്തതെന്ന് ആ പരിസ്ഥിതി പ്രവർത്തകർ ഇപ്പോൾ പറഞ്ഞ് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. എന്നിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കണം ഒരു രാജ്യസ്നേഹം, പരിസ്ഥിതി സ്നേഹം. അവിടെയുള്ള കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുക, അവിടെയുള്ള ജനങ്ങളെ അവർ ഉപജീവനം കഴിച്ച് വരുന്ന ആ പ്രദേശത്ത് നിന്ന് പറിച്ച് മാറ്റാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ സമ്മതിക്കുമോ? ഗവൺമെൻറ് നയമുണ്ട്, അവിടുത്തെ പരിസ്ഥിതി സന്തുലിതം നിലനിർത്തിക്കൊണ്ട് ഇക്കാര്യം പിണറായി വിജയന് മുന്നേക്കുണ്ടായിട്ട് അവിടെ 10-400 കൊല്ലമായി താമസിക്കുന്ന ആളുകളോട് ചെന്ന് പുറത്തിറങ്ങുമെന്ന് പറഞ്ഞാൽ അവർ ചൂടായാൽ കുറ്റപ്പെടുത്താനൊന്നുമില്ല എന്ന്. ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക്. ശ്രീ TC രാജേഷ്, താങ്കൾ ആ പ്രദേശത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ആ പ്രദേശത്തുകാരനാണ്. നോക്കൂ, ഈ മൂന്നാറിലെ പരിസ്ഥിതി, മൂന്നാർ തന്നെയും ഇല്ലാതായി പോകും എന്ന് ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ പലതരം റിപ്പോർട്ടുകളിലൂടെ ആളുകളോട് പറയുന്നുണ്ട്. പരിസ്ഥിതി പ്രവർത്തകർക്ക് ആ നിലപാടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് തന്നെയും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയാവുന്ന നിലയില്ല. ഏത് നിലക്കുള്ള ഭീഷണിയാണ് ഈ പറയുന്ന രാഷ്ട്രീയ വാചാടോപങ്ങളും ചർച്ചകളും നിയമപരമായിട്ടുള്ള നടപടികളുമൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് മൂന്നാർ യഥാർത്ഥത്തിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രതിസന്ധി, പ്രശ്നങ്ങൾ എന്താണ്? സനീഷ്, ഇതിനകത്ത് ഈ ചർച്ചയിൽ പോലും ഇത്രയും നമ്മൾ ഈ അരമണിക്കൂർ പിന്നിടുമ്പോഴും നമ്മൾ നിൽക്കുന്ന ഒറ്റ പോയിന്റിലാണ്. അത് എസ് രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിരിക്കുന്നത് സർക്കാരിൻ്റെ ഭൂമിയിലാണോ അല്ലയോ എന്ന ഒറ്റ ചോദ്യത്തിലാണ്. ഈ ഒരു സംഗതിയിലേക്ക് തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകളെ തിരിച്ചു കൊണ്ടുപോകുമ്പോഴാണ് മൂന്നാർ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത്. മൂന്നാറിലെ ഒരു കയ്യേറ്റം എന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അത് എല്ലാ പാർട്ടിക്കാരുടെയും ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ്. അത്തരത്തിലുള്ള ചില കയ്യേറ്റങ്ങളെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണോ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇത്തരത്തിൽ എസ് രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ വീടിൻ്റെ പ്രശ്നത്തിലേക്ക് ഇത് പോകുന്നതെന്ന് എനിക്ക് ഒരു ബലമായ സംശയമുണ്ട്. കാരണം എസ് രാജേന്ദ്രൻ അവിടെ ഭൂമി കയ്യേറി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് താമസിക്കാനുള്ളൊരു വീടാണ്. പക്ഷേ മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലയിൽ, ഞാനിതിനകത്ത് മൂന്നാർ എന്ന് നമ്മൾ പൊതുവെ പറയുമ്പോൾ അതിൻ്റെ അതിർത്തി ഒരു വലിയ പ്രശ്നമാണ്. ഏതൊക്കെയാണ് മൂന്നാർ എന്ന് പറയുന്ന കണ്ണൻദേവൻ ഹിൽ KDH വില്ലേജ് മാത്രമാണോ, അതോ അതിൻ്റെ സമീപത്തെ വില്ലേജുകൾ, പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ മേഖല വരുന്നുണ്ട്? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മൂന്നാർ ടൗൺ മാത്രമല്ല മൂന്നാർ എന്ന് പറയുന്നത്. ചിന്നക്കനാലിലും പള്ളിവാസലിലുമാണ് ഏറ്റവും അധികം കയ്യേറ്റം നടക്കുന്നത്, ഏറ്റവും അധികം റിസോർട്ടുകൾ ഉയർന്നിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം റിസോർട്ടുകൾ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയും, അത് പള്ളിവാസൽ പഞ്ചായത്തിലാണ്. അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുമ്പോൾ പള്ളിവാസൽ വഴി പോകുമ്പോൾ നമുക്കറിയാം റോഡിൻ്റെ ഇരുവശത്തും വൻതോതിൽ കുന്നുകൾ ചെത്തിയിറക്കിയാണ് 8-9 നിലയുള്ള റിസോർട്ടുകൾ പണിതിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചിന്നക്കനാലിലെ പ്രശ്നം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ കയ്യേറ്റങ്ങൾ കാണാതെ വെറുതെ നിങ്ങൾ ഈ മൂന്നാർ ടൗണിൽ അവിടുത്തെ ഒരു MLA ആയതുകൊണ്ടാവാം രാജേന്ദ്രനെതിരെ ഇത്രയും വലിയ ആക്രമണം ഉണ്ടാകുന്നത്. അദ്ദേഹം വച്ച ഒരു വീടിൻ്റെ പേരിൽ മാത്രം ഈ ചർച്ചകളൊക്കെ ഒതുങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ തവണ മൂന്നാർ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. മൂന്നാർ ടൗണിൽ CPM ഉം CPI ഒക്കെ പണിത് ഓഫീസുകളെ കേന്ദ്രീകരിച്ചാണ് കുടിയിറക്കണോ വേണ്ടോ എന്നുള്ള തർക്കങ്ങൾ നടന്നിരുന്നത്. അല്ലാതെ ഇത്തരത്തിൽ മൂന്നാറിൻ്റെ ചുറ്റുവട്ടത്ത് വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഒരു റിസോർട്ട് ലോബിയുണ്ട്.
അവർ നശിപ്പിക്കുന്ന പരിസ്ഥിതിയെ നമ്മൾ കാണുന്നില്ല, അവരുണ്ടാക്കുന്ന ആഘാതങ്ങൾ നമ്മൾ കാണുന്നില്ല. അതിലേക്കൊന്നും ഈ ചർച്ച പോകാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക പോയിന്റുകളിലേക്ക് മാത്രം ഇത്തരത്തിലുള്ള ചർച്ചകളെ കൊണ്ടുപോയി മൂന്നാറിനെ നശിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. ഇതല്ല യഥാർത്ഥത്തിൽ മൂന്നാർ നേരിടാൻ പോകുന്ന ഭീഷണി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കറിയാം, മൂന്നാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി അടുത്ത വർഷം നീലക്കുറിഞ്ഞി പൂക്കും. 12 വർഷം മുൻപ് നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ നമ്മുടെ നാട്ടിൽ വാട്സാപ്പ് ഉണ്ടായിരുന്നില്ല, ഫേസ്ബുക്ക് ഉണ്ടായിരുന്നില്ല, സെൽഫി എടുക്കാൻ പറ്റുന്ന ഫോണുകൾ ഉണ്ടായിരുന്നില്ല. ഈ 12 വർഷത്തിന് ശേഷം അതല്ല സ്ഥിതി. 2018 മൂന്നാർ മേഖലയിൽ നീലക്കുറിഞ്ഞി പൂക്കുമ്പോൾ അവിടേക്ക് എത്തുന്ന ജനങ്ങളുടെ എണ്ണം മൂന്നാറിന് താങ്ങാവുന്നതിനപ്പുറമായിരിക്കും. ഇപ്പോൾ ഒരു വർഷം ഏതാണ്ട് 10 ലക്ഷത്തിന് മേൽ ആൾക്കാർ മൂന്നാറ്റിൽ വരുന്നുണ്ട് എന്നാണ് കണക്ക് പറയുന്നത്. ഇത്രയധികം ആൾക്കാർ ഈ നീലക്കുറിഞ്ഞി പൂക്കുന്ന സമയത്ത് മണമോ ഗുണമോ യാതൊരു സാധനവുമില്ലാത്ത ഒന്നാണ് നീലക്കുറിഞ്ഞി. കാണാൻ അല്പം ഭംഗിയുണ്ട് കൂട്ടത്തോടെ നിൽക്കുമ്പം. അത് കാണാൻ വേണ്ടി ഇത്രമാത്രം ആളുകൾ വരുമ്പോൾ മൂന്നാറിന് അവരെ താങ്ങാനുള്ള ശേഷിയുണ്ടോ എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പഠനം നടക്കുന്നുണ്ടോ? അവിടേക്ക് വരുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കാൻ, ജനങ്ങളെ നിയന്ത്രിക്കാൻ, ഇവരുണ്ടാക്കുന്ന മലിനീകരണം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ അവിടെ നിന്ന് ആളുകളെ താഴെ ചികിത്സാ സൗകര്യം കിട്ടുന്നിടത്തേക്ക് എത്തിക്കാനുള്ള മാർഗം പോലും മൂന്നാറ്റിലില്ല. അതിനുള്ള വാഹന സൗകര്യമില്ല, ഗതാഗത സൗകര്യമില്ല. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്യാതെ ഒരു MLA വെച്ച വീടിനെ ചുറ്റിപ്പറ്റി മാത്രം ഇത്തരം ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് വ്യക്തമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളും അജണ്ടകളും ഉണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ശ്രീ ജോസഫ് സി മാത്യു, നമ്മുടെ ഈ ഇത്തരം കാര്യങ്ങളുടെ ശ്രദ്ധ, സർക്കാരുകളുടെ ശ്രദ്ധ വേണ്ട സ്ഥലങ്ങളിലേക്കല്ലേ എത്തുന്നത്? പ്രതിപക്ഷത്തിൻ്റെ ആണെങ്കിലും അങ്ങനെയാണോ? അതായത് ഈ പറയുന്ന പോലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരിക്കെ സർക്കാർ മാറുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആരാണോ ആ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരിക, അവിടെ CPMകാരും അല്ലെങ്കിൽ CPMകാർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാദേശിക നേതാക്കൾ ഈ മൂന്നാറിനെ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ പോവുക. അതിന് ഇവിടെ ഈ റിസോർട്ട് മാഫിയ എന്ന് VS അച്യുതാനന്ദൻ സർക്കാർ ഒരു ഘട്ടത്തിൽ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിരുന്ന ആ സംഘം ഇതിനൊക്കെയിടയിൽ അവരുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണോ? ഇന്നിപ്പോൾ പിണറായി വിജയൻ അവിടെ ആവശ്യത്തിന് ആളുകൾക്ക് താമസിക്കാനുള്ള മുറികൾ മതി എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഏതാണ്ട് 1500ഓളം മുറികൾ അവിടെ ഉണ്ട് എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ വരുമ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ഈ സർക്കാരുകളുടെ ശ്രദ്ധ എത്തുന്നുണ്ടാകുമോ? ഈ എസ് രാജേന്ദ്രൻ്റെ വീട് പോലുള്ള സംഗതികളിലേക്ക് തട്ടി കാര്യങ്ങളുടെ യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന കാര്യങ്ങളിൽ നിന്ന് ആളുകൾ മാറിപ്പോവുകയാണോ? സനീഷ്, ഇതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ ആ പോയിന്റ് തീർച്ചയായിട്ടും ഞാനും അതിനോട് യോജിക്കുന്നു. നിങ്ങൾ എന്നോട് എടുത്ത് ചോദിച്ചപ്പോഴാണ് ഞാൻ ശ്രീ രാജേന്ദ്രൻ്റെ വീടിൻ്റെ കാര്യം പറഞ്ഞത്. കാരണം അദ്ദേഹം അത് കയ്യേറ്റ ഭൂമി ആണെങ്കിൽ പോലും അത് ഒരു പാർപ്പിട ആവശ്യത്തിന് വേണ്ടി പണിത ഒരു കെട്ടിടമാണ്. അവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം കൊടുക്കേണ്ടതാണ്. അത് സർക്കാർ തന്നെ കൊടുക്കേണ്ടതാണെന്ന് എൻ്റെ അഭിപ്രായം. അത് അദ്ദേഹം 10-15 വർഷം MLA ആയിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഇത് പ്രതിപക്ഷം ഇത് ഉന്നയിക്കുന്നതിനെ ഞാൻ അങ്ങനെ കാണുന്നില്ല. അവിടുത്തെ പ്രശ്നം ഇതൊരു വീതം വെപ്പിലാണ് ഇത് മുഴുവൻ നടക്കുന്നത്. അതുകൊണ്ട് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നമ്മൾ അങ്ങനെ അതിനെ മോശമായി കാണേണ്ടതില്ല. അത് ഇവർ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഈ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ മൂന്നാറെന്ന് പലപ്പോഴും അവിടെയുള്ള ആൾക്കാർ മൂന്നാറെന്ന് പറയുന്നത് ആ മൂന്നാർ ടൗണിനെയും ആ KDH വില്ലേജിനെയുമാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഇരുന്ന് പലപ്പോഴും മൂന്നാറെന്ന് പറയുന്നത് പള്ളിവാസൽ, ചിന്നക്കനാൽ, ബൈസൺ വാലി അതെല്ലാം ചേർത്തുള്ള പ്രദേശത്തെയാണ്. അത് ദൗത്യസംഘം പോയ ഘട്ടം മുതലേ ആ ഒരു തർക്കം ഉണ്ടായിരുന്നു. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ പറഞ്ഞിട്ട് എന്തിനാണ് ചിന്നക്കനാലിലെയും പള്ളിവാസലിലെയും റിസോർട്ടുകളുടെ പുറകെ വരുന്നത് എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പള്ളിവാസലിലും ചിന്നക്കനാലിലും ഒക്കെ ഉള്ളത് അവിടെ കയ്യേറി റിസോർട്ട് നിർമ്മിക്കുന്നവരാണെങ്കിൽ ഈ KDH വില്ലേജിൽ ഏതാണ്ട് ആ കമ്പനി അവിടെ അവരുടെ കയ്യേറ്റം മാത്രമായി മറ്റുള്ള കയ്യേറ്റങ്ങളെ ചെറുത്തുകൊണ്ട് നിന്നിരുന്നു എന്നുള്ളത് ഒരു പരിധിവരെ ശരിയാണ്, ടൗൺ ഏരിയ ഒഴിച്ച്. പക്ഷേ ഇത് സംഭവിക്കുന്നത് അവിടെ വേറെ ഇതിലും ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. അവിടെ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നമുണ്ട്. അതൊരു ഘട്ടത്തിൽ പൊട്ടിത്തെറിച്ച് കേരളത്തോട് സംവേദിച്ചതാണ്. അതിനുശേഷം എല്ലാവരും കൂടി അതിനെ ചിന്ന ഭിന്നമാക്കി അതിപ്പോൾ അടക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ അന്ന് അവർ കേരള സമൂഹത്തിൻ്റെ മുന്നിൽ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളും അതിലും തീവ്രമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അന്ന് ഇവർക്ക് പാട്ടത്തിന് ഭൂമി കൊടുക്കുമ്പോൾ തോട്ടം തൊഴിലാളികൾക്ക് പാർപ്പിട സൗകര്യത്തിനുള്ള ഭൂമിയും കൂടി സഹിതമാണ് ഈ 57,000ഓളം ഏക്കർ സ്ഥലം അവർക്ക് കൊടുത്തത്. പക്ഷേ അവർ താമസിക്കുന്നത് എത്തരം സ്ഥലങ്ങളിലാണെന്ന് നമുക്കറിയാം. അവിടുത്തെ പ്രൊഡക്ടിവിറ്റിയുടെ കാര്യം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ KDH വില്ലേജിലെ തോട്ടത്തിൻ്റെ കാര്യങ്ങൾ, അതിന് പുറത്തുള്ള ഈ ഭൂമി കയ്യേറി പരിസ്ഥിതി നശിപ്പിച്ചുകൊണ്ട് മൂന്നാറിന് താങ്ങാനാവാത്ത രീതിയിൽ അവിടെ റിസോർട്ട് നിർമ്മിക്കുന്ന കാര്യം, അതുമാത്രമല്ല ഇപ്പം പൊട്ടിപ്പുറത്ത് തേനി പരിസരത്ത്
ഒരു ഭൂഗർഭ അറ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അതിൽ ഹരിത ട്രൈബ്യൂണൽ ഇടപെടുകയുണ്ടായി. അതേപോലെ ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് വരുന്നു. മെഡിക്കൽ കോളേജ് തീർച്ചയായിട്ടും വേണം, പക്ഷേ അത് എങ്ങനെ വേണം, എവിടെ വേണം എന്നുള്ളത് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ താങ്കളിലേക്ക് എസ് രാജേന്ദ്രൻ എം എൽ എ അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. എസ് രാജേന്ദ്രൻ എം എൽ എ 1992 കോടതി നിങ്ങൾക്കെതിരായിട്ട് വിധിച്ച കേസാണ്. എന്ന് വെച്ചാൽ അത് KSEBയുടെ സ്ഥലത്താണ് താങ്കൾ താമസിക്കുന്നത്. താങ്കൾ അവിടെ കയ്യേറി ഇപ്പോൾ വലിയ കെട്ടിടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണല്ലോ ആക്ഷേപം. എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ചെയ്യുന്നത്? പൊതുസ്ഥലത്ത് കയ്യേറിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങേക്ക് കിട്ടിയ വിവരമെല്ലാം തെറ്റാണ്. അത് എന്താന്ന് വെച്ചാൽ EBയുടെ സ്ഥലമല്ല. അന്ന് ആ ഒരു ഘട്ടത്തിൽ 90-ൽ നടന്ന കേസിന്റെ മേലിൽ പിന്നീട് പോകണം അല്ലെ പോയോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ. അപ്പം അത് മാത്രമല്ല അന്തിമമായി നടന്ന ഘട്ടം. അതിനുശേഷം ചില പ്രോസസ്സുകളുണ്ട്. അപ്പോൾ അതിനുശേഷവും വില്ലേജ് ഓഫീസിൽ തന്ന രേഖ അനുസരിച്ച് ഇപ്പോഴും അത് ഗവൺമെന്റ് പുറമ്പോക്ക് ഭൂമിയാണ്. അങ്ങനെ EBയുടെ സ്ഥലത്ത് നമ്മൾ കയ്യേറിയിട്ടില്ല, അവരോട് അത് വാങ്ങിച്ചിട്ടില്ല. 5 കൊല്ലത്തിന് മുമ്പും ഇതുപോലെ വിഷയം വന്നു, 2003-ൽ ഇതുപോലെ വിഷയം വന്നു. അതിലെല്ലാം അതിജീവിച്ച് ഇത് നടന്നത് 1990-ല്. അത് കഴിഞ്ഞ് എത്ര ഘട്ടം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് എന്തോരം കോടതിയുണ്ട്. അങ്ങനെ പ്രോസസ്സിന്റെ ഭാഗമായി എല്ലാം വന്ന് പക്കാവായി നമ്മള് പുറമ്പോക്കിലുള്ള ഭൂമിക്കകത്ത് ഇരുന്ന വീടിനെ പട്ടയം വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ചതില് എല്ലാം അടച്ചു, അസൈൻമെന്റ് കമ്മിറ്റി പാസ്സാക്കി. അങ്ങനെ പാസ്സാക്കിയ സ്ഥലത്താണ് പട്ടയം. ഇത് ഏതൊരു പൗരനുക്കും നിയമാവകാശ പ്രകാരം പൗരാവകാശ പ്രകാരം കിട്ടുന്ന ഒരു അവകാശം കിട്ടിയത് കൊണ്ട് MLAക്ക് കിട്ടിയത് അപരാധമാണെന്ന് തീർച്ചയായും ഞങ്ങളത് പറയുകയില്ല. എസ് രാജേന്ദ്രൻ, താങ്കൾ അപരാധം ചെയ്തതാണ് എന്ന് പറയുകയില്ല. താങ്കളുടെ ഒരു വസതി വീടുണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. എത്ര കാലമായിട്ട് താങ്കൾ ഈ പറയുന്ന കയ്യേറ്റം എന്ന് പറയാവുന്ന വിധത്തിൽ ഇടക്ക് ആ സ്ഥലം കയറി പിടിച്ച് വീട് വെച്ചതാണോ? ഇല്ല. ഒരു കാര്യം മനസ്സിലാക്കുക, അവിടെ ആ പ്രദേശം ഹെഡ്വേഴ്സ് പണിയുന്ന കാലഘട്ടത്ത് അവിടെ കുടിയേറി താമസിച്ച സ്ഥലമാണ്. അന്ന് ഉണ്ടായിരുന്ന ഒരു പുറമ്പോക്ക് ആ പ്രദേശമായിട്ട് 1971-ലെ KDH ആക്ട് വരുന്നതിന് മുമ്പ് 58-ലും 64-ലുമായി കൂലി സെറ്റിൽമെന്റായി നിശ്ചയിക്കപ്പെടുകയും ഈ പറഞ്ഞ റെസിഡൻസ് ആക്ടിൽ പെടാത്ത നിലയിലെ ഗവൺമെന്റ് ഭൂമിയും തഹസിൽദാർ പട്ടയം കൊടുക്കാന്നുള്ള രേഖയുള്ളതുമായിട്ടുള്ളതാണ് 58-ല്. അതിന്റെ എല്ലാ ഉത്തരവുകളും ഡോക്യുമെന്റും എന്റെ കയ്യിലുണ്ട്. ഈ ഭൂമിക്ക് 3 രൂപ വില ഗവൺമെന്റിന് അടച്ച ചെല്ലാന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. അസൈൻമെന്റ് കമ്മിറ്റി പാസ്സാക്കിയത് എന്റെ കയ്യിലുണ്ട്. അന്ന് ഒപ്പിട്ട അസൈനബിൾ ലിസ്റ്റ് ഒപ്പിട്ടയാളും അസൈൻമെന്റ് ഓർഡർ ഒപ്പിട്ട തഹസിൽദാറും പട്ടയം കൊടുത്ത തഹസിൽദാറും ഫയലുണ്ടാക്കിയ ആളുകൾ എല്ലാവരും ജീവനോടുണ്ട്. അതുകൊണ്ട് ഒട്ടും ഒടിച്ചു മറച്ചു വെക്കേണ്ട യാതൊരു കാര്യവുമില്ല, മറയ്ക്കേണ്ട കാര്യവുമില്ല. സുതാര്യമാണ് എല്ലാം. വളരെ എല്ലാവർക്കും അതിന്റെ വാസവും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 വർഷക്കാലമായി മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്ത ഒരു ഭൂമി ഇതല്ലാതെ ലോകത്ത് വേറൊന്നും കാണാൻ സാധ്യതയില്ല. അത്ര സുതാര്യമായ ഭൂമിയാണ്. ഞാൻ തിരിച്ചു വരാം രാജേന്ദ്രൻ MLA താങ്കളിലേക്ക്. താങ്കൾ പോകരുത്, അല്പസമയം കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ സേനാപതി വേണു, ഈ 92-ലെ കോടതി വിധിക്ക് ശേഷവും ഉണ്ടായിരിക്കുന്ന പ്രോസസ്സുകളിലൂടെ കടന്നുപോയി. തൻ്റെ കയ്യിൽ പട്ടയമുണ്ട്. അദ്ദേഹത്തിന് മറ്റാരെയും പോലെ ഒരു വസതി എടുക്കാൻ, വീടെടുക്കാനുള്ള അവകാശവുമുണ്ട്. അദ്ദേഹം അതവിടെ ചെയ്തിരിക്കുന്നു. അവിടെ കോംപ്ലിക്കേഷൻസ് ഉള്ള ഭൂമിയാണ് എന്നതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ അതിൻ്റെ പേരിലും ഉണ്ടാകാമെന്നല്ലാതെ ഈ രാജേന്ദ്രൻ MLA കടന്നു കയറി കയ്യേറ്റം നടത്തി വലിയ വസതി എടുക്കുന്നു, ബംഗ്ലാവ് എടുക്കുന്നു എന്നൊക്കെ പറയുന്നതിന് പിന്നിലെ രാഷ്ട്രീയം നാട്ടുകാർ തിരിച്ചറിയുകയില്ലേ? അല്ല, രാഷ്ട്രീയം നാട്ടുകാർ തിരിച്ചറിയട്ടെ. ഇപ്പോൾ രാജേന്ദ്രൻ ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താ? ഒന്ന്, ദേവികുളം സബ് കളക്ടറുടെ ഓഫീസിന് മുമ്പിൽ CPMൻ്റെ കർഷക സംഘം സമരം നടത്തിക്കൊണ്ടിരിക്കുക. ആ സമരത്തിന് ആധാരമായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ 1 മിനിറ്റ് കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആ സമരം നടക്കുന്ന പ്രദേശത്ത് ചെന്ന് നിന്നുകൊണ്ട് സബ് കളക്ടറെ വെല്ലുവിളിക്കുന്നു. സബ് കളക്ടറെ വെല്ലുവിളിച്ചിട്ട് പറയുന്നത് 4 കാലിലെ സബ് കളക്ടർ ഇനി ദേവികുളത്തുനിന്ന് തിരിച്ചു പോകുന്നു എന്ന രീതിയിൽ ഒരു MLA അവിടെ സംസാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ കയ്യേറ്റക്കാരന് മുന്നിൽ നിന്നുകൊണ്ട് ഭൂമി കയ്യേറുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് സബ് കളക്ടറെയും അല്ലെങ്കിൽ ഭരണകൂടത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു MLA തന്നെ നേതൃത്വം കൊടുക്കുമ്പോൾ അത് ശരിയല്ലാത്ത കാര്യമാണ്. ഒരു MLA അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയല്ലാത്ത കാര്യമാണ്. പക്ഷേ നോക്കൂ, ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല അവിടെ സന്ദർശിക്കാനായി വന്നപ്പോൾ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ അനുവദിച്ചില്ല എന്നാണല്ലോ അവിടെ നിന്ന് ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആളുകളുണ്ട് അവിടെ. അതായത് അവിടുത്തെ പ്രശ്നം ഈ ലാൻഡ് റവന്യൂ കമ്മീഷൻ ആണെങ്കിലും
സബ് കളക്ടർ ആണെങ്കിലും അല്ല, ഒരു നിമിഷം പറയുന്നത് അവിടുത്തെ പ്രാദേശിക എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രാദേശിക നേതാക്കളെല്ലാം ഒറ്റ നിലപാടാണ്. ഉദ്യോഗസ്ഥർക്കെതിരാണ് ഈ പറയുന്ന കയ്യേറ്റം എന്ന് നമ്മൾ വിളിക്കുന്ന സംഗതികൾക്ക് അനുകൂലമായിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം യഥാർത്ഥത്തിൽ പരിഹരിക്കാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ ഇതിൻ്റെ പേരിൽ ചീത്ത വിളിക്കുക, തള്ളിക്കളയുക എന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? ഇത് നിങ്ങൾക്ക് പരിഹരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു UDF സർക്കാരിന്, അക്കാലത്ത് പരിഹരിച്ചില്ല. ആ കാലത്താണ് എസ് രാജേന്ദ്രൻ MLA അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ചെറിയ വീട് പുതുക്കി വലിയ കെട്ടിടമാക്കി ഉയർത്തിയതെന്ന് ഓർക്കണം. നിങ്ങളുടെ സർക്കാരിനൊന്നും ചെയ്യാനും പറ്റുകയില്ല. ഒരു സർക്കാർ ഉണ്ടായാൽ ഉടനെ മൂന്നാറിനെ സംബന്ധിച്ച് അങ്ങോട്ട് ചർച്ച നടത്തുകയും ചെയ്യും, ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. ആത്മാർത്ഥതയില്ലാത്ത നിലപാടാണെന്ന് മനസ്സിലാക്കുകയില്ലേ നാട്ടുകാർ? ഒരിക്കലുമല്ല. ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ ഹരീഷ് വാസുദേവൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസോർട്ടുകളൊക്കെ പണിതിരിക്കുന്നത് UDFിൻ്റെ കാലഘട്ടത്തിൽ പണി പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹം ഒരു അഭിപ്രായം പറയുകയുണ്ടായി. അത് നിശ്ചയമായിട്ടും അതിനകത്ത് വസ്തുതാപരമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ശ്രീ രാജേഷ് ചൂണ്ടിക്കാണിച്ച പോലെ പള്ളിവാസൽ പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ ചിന്നക്കനാൽ പഞ്ചായത്തിലുമാണ് ഏറ്റവും അധികം റിസോർട്ടുകൾ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. ഈ രണ്ട് പഞ്ചായത്തുകളും കഴിഞ്ഞ UDF ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഈ രണ്ട് പഞ്ചായത്തുകളുടെയും ഭരണം നടത്തിക്കൊണ്ടിരുന്നത് ഇടതുപക്ഷക്കാരാണ്. ചിന്നക്കനാൽ പഞ്ചായത്ത് ഇന്നോളം ഭരിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു 6 മാസമോ 1 വർഷമോ എങ്ങാണ്ട് UDFന് ഭരിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. ബാക്കി മുഴുവൻ കാലഘട്ടത്തിലും ആ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷമാണ്. അവർ ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയാണ്. നമുക്കറിയാം, പ്രാദേശികമായിട്ട് കെട്ടിടം കെട്ടുവാനുള്ള അനുമതി അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ സാങ്ഷൻ അവിടെ കൊടുക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതി, പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഭരണസമിതി ശുപാർശ ചെയ്യുന്നു. ഈ ചിന്നക്കനാലിലും അതോടൊപ്പം തന്നെ പള്ളിവാസലിലും ഈ റിസോർട്ടുകളൊക്കെ കെട്ടുന്നതിന് വേണ്ടിയുള്ള അനുമതി കഴിഞ്ഞ 5 വർഷക്കാലം കൊടുത്തു എന്ന് ഹരീഷ് വാസുദേവൻ പറയുന്നത്. അങ്ങനെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ കൊടുത്ത അനുമതികൾ മുഴുവൻ ഈ പള്ളിവാസൽ പഞ്ചായത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ ചിന്നക്കനാൽ പഞ്ചായത്തിലാണെങ്കിലും അത് ഇടതുപക്ഷത്തിൻ്റെ പഞ്ചായത്ത് ഭരണസമിതിയും അവരുടെ ഒത്താശയോടുകൂടിയുള്ള പ്രാദേശിക നേതാക്കളും അവരാണ് അതിന് മുൻകൈ എടുത്തിട്ടുള്ളത് എന്ന ആ വസ്തുത കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഇവിടെ പ്രതിപക്ഷ നേതാവ് ചില സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയില്ല, ഇല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ സന്ദർശനം നടത്തി എന്നൊക്കെ പറയുമ്പോഴും നാം വസ്തുതാപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇടതുപക്ഷം എപ്പോഴൊക്കെ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം മൂന്നാറിൻ്റെ പരിസര പ്രദേശവുമായി ബന്ധപ്പെട്ട് കയ്യേറ്റം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭൂമി തട്ടിയെടുക്കുന്ന നടപടികൾ അതുണ്ടാകുന്നു. അതെന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സബ് കളക്ടർ 4 കാലിലേ തിരിച്ചു പോകൂ എന്നൊക്കെ ഒരു MLAയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഭരിക്കുന്ന മന്ത്രി പോലും RDO ഓഫീസിന് മുമ്പിൽ നിന്നുകൊണ്ട് സബ് കളക്ടറെ വെല്ലുവിളിക്കുന്ന ആ സ്ഥിതിവിശേഷം അതിവിടെ ഉണ്ടാകാനുള്ള കാരണം കയ്യേറ്റക്കാർക്ക് രാജേന്ദ്രൻ ഇപ്പോൾ കയ്യേറിയ സ്ഥലത്താണ് വീട് പണിതുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിന് അല്ലാത്ത സ്ഥലത്താണ് വീട് പണിതുകൊണ്ടിരിക്കുന്നത് എന്ന നിലപാടിൽ തന്നെ നിൽക്കുകയാണോ താങ്കൾ? അദ്ദേഹം അതിനെ തള്ളിക്കളയുകയാണ്. അല്ല അദ്ദേഹം മുമ്പ് ശ്രീ മാത്യു സാറും സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, അത് അസൈനബിൾ ലാൻഡ് ആണെങ്കിൽ ആരാണ് അവിടെ പട്ടയം കൊടുത്തത്? ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഈ കണ്ണന്തേവൻ ഹിൽ റിഡംഷൻ ആക്ട് വന്നതിന് ശേഷം ഈ പ്രദേശത്ത്, അതായത് മൂന്നാർ ഉൾപ്പെടുന്ന ആ പ്രദേശത്തെ പട്ടയം അതിൽ ഒപ്പിടേണ്ട ആൾ എന്ന് പറയുന്നത് കളക്ടറാണ്. എന്തുകൊണ്ടാണ് രവീന്ദ്രൻ പട്ടയത്തെ വ്യാജ പട്ടയം ഇല്ലെങ്കിൽ ആ പട്ടയം നിയമപരമായിട്ട് സാധുതയല്ല എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പട്ടയം കൊടുക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥനല്ല ആ പട്ടയത്തിൽ സാങ്ഷൻ ചെയ്തിരിക്കുന്നത്. ഞാൻ വളരെ ഇനി നാട്ടിലെ ജനങ്ങളോട് ഒരു അറിയുവാനുള്ള ഞങ്ങളുടെ ഒരു അവകാശം കൂടി, ഇനി ഞങ്ങൾ പറഞ്ഞ കാര്യം തെറ്റാണെങ്കിൽ പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന് ആരാണ് ഈ പട്ടയം അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്? ഈ പട്ടയത്തിൽ സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? എത്ര സെന്റ് സ്ഥലമാണ് അത്? ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സ്ഥലത്ത് നിന്ന് വിട്ടു നിൽക്കുന്ന സ്ഥലം അത് എവിടുത്തെ സ്ഥലമാണ്? അത് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയാനുള്ള കേരള നിയമസഭയിലെ ഒരു MLA ആണ്, ഈ സംസ്ഥാനം ഭരിക്കുന്ന അത് അദ്ദേഹം പറയണ്ടേ? എന്റെ ഭൂമി, കാരണം ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയണമല്ലോ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാളും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഭൂമി അത് എന്ന് അദ്ദേഹത്തിന് പതിച്ചു കിട്ടി? എത്ര വർഷമായിട്ട് അദ്ദേഹം കൈവശം വെച്ചിരിക്കുന്നു? ഓക്കെ അദ്ദേഹം ഒന്ന് നിർത്തട്ടെ. അപ്പോ അദ്ദേഹം ഇത്രയും പറഞ്ഞു തന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വേണു ജഡ്ജായാൽ എന്തായിരിക്കും സ്ഥിതി ചെയ്തത് ഞാൻ ആലോചിച്ചു പോയതാ. ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. KDHന്റെ ആക്ട് 71 വരുന്നതിന് മുമ്പ് ഗവൺമെന്റിന്റെ നിയമപ്രകാരം 58-ലും 64-ലും ഉണ്ടായ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ
മൂന്നാറിൽ ഈ പറഞ്ഞ പോലെ ആകപ്പാട് 20 ഏക്കർ ഭൂമിയേ ഉള്ളൂ. ബാക്കിയൊക്കെ കമ്പനിയുടെ കയ്യിലും ഫോറസ്റ്റിന്റെ കയ്യിലുമാണ്. KDH വില്ലേജിൽ അതിൽ 71-ന് മുമ്പുള്ള ഭൂമിക്ക് ഇപ്പോഴും തഹസിൽദാർ കൊടുക്കാം. അത് മനസ്സിലാക്കുക, നിയമം മനസ്സിലാക്കുക. അതിന് ശേഷം 71 നിയമപ്രകാരം 1974 ലാൻഡ് ബോർഡ് അവാർഡ് അടിസ്ഥാനത്തിൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റെടുത്ത ഭൂമി, മിക്ക ഭൂമി അതിന് കലക്ടർ കൊടുക്കണം. അതാണ്, കൂട്ടിക്കുളയ്ക്കേണ്ട കാര്യമില്ല. ഏറ്റെടുത്ത മിച്ച ഭൂമി കലക്ടർ കൊടുക്കുക, ഗവൺമെന്റിന്റെ പുറപ്പോക്ക് തഹസിൽദാരും പട്ടയം കൊടുക്കുക. ഇതാണ്. അങ്ങനെ കിട്ടിയ ഭൂമിയാണ് ഈ ഭൂമി. ഞങ്ങള് ഇവിടെ ജനിച്ചു വളർന്നതും ഇവിടെ തോട്ടം തൊഴിലാളികളായി വന്നതും പിന്നെ ആ പ്രദേശത്ത് എത്തിയതും ഒക്കെ ആയിട്ട് കടന്നു വന്നിട്ടുള്ളതാണ്. അപ്പം ആ നിലയിലേക്കുള്ള സാഹചര്യത്തിന്റെ അനുബന്ധമായാണ് ഞാൻ പറഞ്ഞു, എനിക്ക് അസൈനബിൾ ലിസ്റ്റിൽ ഉണ്ടായതും അസൈനബിൾ ചെയ്തിട്ടുള്ള തഹസിൽദാർ, അതിന് ഫയൽ ഉണ്ടാക്കിയ ആളുകള്, ലാൻഡ് അസൈനബിൾ കമ്മിറ്റി ഉണ്ടായിരുന്നയാള്, ചെയർമാനായ ആള്, എല്ലാവരും ജീവനോടുണ്ട്. മാത്രമല്ല നന്ദി. ഞാൻ തിരിച്ചു വരാം ശ്രീ രാജേന്ദ്രൻ താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പറഞ്ഞു തീർത്തോട്ടെ. പറയൂ. ആ 3 രൂപ ചെല്ലാനടച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് വെറുതെ ഒന്ന് മൂടി വെക്കാനും മറച്ചു വെക്കാനും താങ്കളത് പറഞ്ഞാണ്, ഞാൻ ഇടപെടുകയാണ്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഈ എസ് രാജേന്ദ്രൻ MLA എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഒരു തോട്ടം തൊഴിലാളികളുടെ കുടുംബത്തിൽ നിന്ന് വന്ന് പിന്നീട് രാഷ്ട്രീയാധികാര സ്ഥാനത്തേക്ക് എത്തിയെങ്കിൽ തന്നെയും ഈ പറയുന്ന പ്രതിസന്ധി, ആ പ്രദേശത്തിൽ ആളുകൾക്ക് താമസിക്കുന്നതിനുള്ള പ്രതിസന്ധി, രാഷ്ട്രീയ അധികാരമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പുറത്തുള്ള ആളുകൾ അനുഭവിക്കാത്ത വിധം അനുഭവിക്കുന്ന ഒരാളാണല്ലോ അദ്ദേഹം. നമ്മൾ ഈ അവിടെയുള്ള ആളുകളെ, ഇന്നിപ്പോൾ സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അവിടെയുള്ള കയ്യേറ്റങ്ങളെയും കുടിയേറ്റങ്ങളെയും വേറെ വേറെയായി കണ്ട് പ്രശ്നം പരിഹരിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുകയും ജനങ്ങളുടെ ജീവിതം ആ വഴിക്ക് പോവുകയും ചെയ്യുന്നത്, രണ്ട് കാര്യങ്ങളും നടക്കാവുന്ന അവസ്ഥ ഉണ്ടാക്കുക. ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാവുക? ഇതൊക്കെ സാധ്യമാകാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഏതെങ്കിലും സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? സനീഷ്, ഇക്കാര്യത്തിൽ MLA നിയമം മാത്രം നോക്കുകയാണെങ്കിൽ, നിയമത്തിൻ്റെ കാർക്കശ്യം അത് കർശനമായി പാലിക്കാനുള്ള കാര്യം നോക്കുകയാണെങ്കിൽ MLA ബുദ്ധിമുട്ടിലാവും. ലാൻഡ് അസൈനബിൾ ലിസ്റ്റിലില്ലെങ്കിൽ PWDയുടെയോ അല്ലെങ്കിൽ KSEBയുടെയോ ലിസ്റ്റ് അസൈൻമെൻറ്റ് ലിസ്റ്റിൽ വരാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ MLAയുടെ ഭാഗത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന് പട്ടയം കിട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തിന് രേഖകളുണ്ട്, എല്ലാം ശരിയാണ്. മൂന്നാറിൽ ഇങ്ങനെയും ചില സംഗതികളുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ ശംഖുമുദ്ര പതിപ്പിച്ച ഒരു രേഖ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ആ രേഖ ആ സർക്കാർ ഉദ്യോഗസ്ഥനും നിങ്ങൾക്ക് മുമ്പ് ഈ ഭൂമി ഓൺ ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവ്വ പ്രപിതാമഹന്മാരോ ഇവരുമായി ചേർന്ന് നടത്തിയ ഒരു ഡീലിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു പട്ടയമായിരിക്കും. അതിനെയാണ് നമ്മൾ കോമണായി അവിടെ രവീന്ദ്രൻ പട്ടയം എന്ന് വിളിച്ചത്. രവീന്ദ്രൻ എന്ന ഉദ്യോഗസ്ഥൻ നടത്തിയ മാനിപ്പുലേഷൻ്റെ ഭാഗമായി വന്ന പട്ടയങ്ങളാണ്. ഞാനിതെല്ലാം മാറ്റി നിർത്തുന്നത് ഈ ചർച്ചയെ രാജേഷ് കൊണ്ടുപോയൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാറിലെ പ്രശ്നങ്ങൾ സമഗ്രമായി പഠിച്ച് ഇതിനകത്തൊരു തീരുമാനം എടുക്കണമെങ്കിൽ 2 തലത്തിൽ ഉള്ള തീരുമാനമാണ് വേണ്ടത്. ഒന്ന്, മൂന്നാർ സംബന്ധിച്ച് നമുക്കൊരു പ്രത്യേക നയം ആവശ്യമാണ്. കേരളത്തിൽ എവിടെയും 5 നിലയിൽ കൂടുതലുള്ള കെട്ടിടങ്ങൾ പണിയാം. കെട്ടിട നിർമ്മാണ ചട്ടം മൂന്നാറിനും മറ്റ് കേരളത്തിലെ സമതല പ്രദേശങ്ങൾക്കും ഒരുപോലെയാണ്. നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി പറയുന്നു അത് പാടില്ല. മൂന്നാർ പോലെയുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് മണ്ണിടിച്ചിലുണ്ടാവുന്ന, വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇനി കെട്ടിട നിർമ്മാണത്തിന് പുതിയ ചട്ടം ആവശ്യമാണ്. 2, മൂന്നാറിൽ പരിസര പ്രദേശങ്ങളിൽ നടത്തുന്ന അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ, ഭൂമി ലാൻഡ് അസൈൻമെൻറ്റ് ക്യാൻസൽ ചെയ്ത് ഭൂമി സർക്കാരിലേക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. 3, മൂന്നാറും പരിസര പ്രദേശത്തിൻ്റെയും ഭൂമിശാസ്ത്രപരമായ സംഗതികൾ കണക്കിലെടുത്ത് പ്രത്യേകമായ നിയമ രൂപീകരണം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇത് 3ഉം സർക്കാർ തലത്തിൽ തീരുമാനമെടുത്തുണ്ടാകേണ്ടതാണ്. എന്നാൽ കയ്യേറ്റങ്ങൾ തിരിച്ചു പിടിക്കുന്ന കാര്യമോ, ഇപ്പോൾ ശ്രീറാം ചെയ്യുന്നത് പോലെ വൻകിട റിസോർട്ടുകളുടെ ഭൂമി ഏറ്റെടുക്കുന്ന കാര്യമോ, അവരുടെ പട്ടയം റദ്ദ് ചെയ്യുന്ന കാര്യമോ, അവിടുത്തെ ക്വാറികൾ പോയി പിടിച്ചെടുക്കുന്ന കാര്യമോ, ജിയോളജിസ്റ്റുകളും ക്വാറികളും തമ്മിൽ നടക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകൾ, അവിടെ പോയി വാഹനം പിടിച്ചെടുത്ത് പോലും ആ ക്വാറി മേഖലകൾ, പ്രത്യേകിച്ച് മൂന്നാറിൽ പരിസര പ്രദേശങ്ങളിലെ ഒറ്റ സ്ഥലവും ക്വാറിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് കൃഷിക്ക് വേണ്ടി മാത്രം കൊടുത്ത പട്ടയമാണ്. ഇതെല്ലാം ക്യാൻസൽ ചെയ്യാൻ ശ്രീറാം എന്ന ഒറ്റ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ മതിയാവും. ഈ 2 തരത്തിൽ മൂന്നാർ ഓപ്പറേഷൻ സാധ്യമാണ്. ശ്രീറാമിനെ പോലെ ഒരു ഉദ്യോഗസ്ഥന് ചെയ്യാൻ പറ്റുന്നതെല്ലാം അദ്ദേഹത്തിന് ചെയ്യാം. സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കാൻ ഇനിയും വൈകിയാൽ അടുത്ത വർഷം നമ്മൾ കാണാനിരിക്കുന്നത് ഒരു വലിയ ദുരന്തമായിരിക്കും. അതുകൊണ്ട് മൂന്നാറിനെ സംബന്ധിച്ച് പ്രത്യേക നിയമ രൂപീകരണം എന്നത് ഇക്കാര്യത്തിൽ വളരെ പ്രസക്തമാണ്. ഒരുപക്ഷെ 2017 നമ്മളിത് ചർച്ച ചെയ്യുന്നു, 22 നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മൂന്നാർ ബാക്കി ഉണ്ടാവാത്ത വിധം ഗുരുതരമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. വളരെ പ്രസക്തമാണത്. ശ്രീ ജോസഫ് സി മാത്യു, വളരെ വളരെ
പ്രധാനപ്പെട്ട ഒരു നടപടി ഉണ്ടായത് VS അച്യുതാനന്ദൻ്റെ കാലത്താണ്. അത് പക്ഷേ പിന്നീട് വലിയ തിരിച്ചടികൾക്കും നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കുമൊക്കെ പോയി. അത്തരത്തിലുള്ള നടപടികൾക്ക് പരിമിതികളുണ്ട് എന്നത് മനസ്സിലാക്കപ്പെട്ട കാലത്ത് എങ്ങനെ അതിനുശേഷം വന്നൊരു ഇടതുപക്ഷ സർക്കാർ എന്ന നിലക്ക് അന്നത്തെ നിലപാടുകളോട് പൂർണ്ണ യോജിപ്പുകളുള്ള ആളുകളൊന്നുമല്ല അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നത് എങ്കിൽ തന്നെയും അതിനുശേഷം വന്നൊരു ഇടതുപക്ഷ സർക്കാർ എന്ന നിലക്ക് ഈ സർക്കാരിൽ നിന്ന് ശുഭകരമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഈ ഉദ്യോഗസ്ഥന് പിന്തുണ കൊടുക്കുക എന്ന നിലപാടിലേക്ക് സർക്കാർ പോകേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളമാണ്? അത് പക്ഷേ പ്രാദേശികമായിട്ടുള്ള എതിർപ്പ് നിലനിൽക്കുമ്പോൾ അത് എത്രത്തോളം സാധ്യമാണ്? സനീഷ്, ഉദ്യോഗസ്ഥന് പിന്തുണ കൊടുത്തുകൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല. സർക്കാർ അത് ഏറ്റെടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥനെ ചുമതല ഏൽപ്പിച്ചുകൊണ്ടേ അത് കഴിയുള്ളൂ. അതായത് സർക്കാർ മുന്നിൽ നിന്ന് നയിച്ചാൽ മാത്രമേ അവിടെ ഇടപെടാൻ കഴിയുള്ളൂ. അത്ര ശക്തമാണ് അവിടെയുള്ള ലോബി. രണ്ടാമത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് അവിടുത്തെ പ്രശ്നം. ഇപ്പോൾ കേരളത്തിലെ ഭൂമി എടുത്താൽ തീരദേശങ്ങളിൽ CRZ നിബന്ധനകളുണ്ട്. ഒരു മധ്യഭാഗത്തേക്ക് വന്നാൽ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ നിബന്ധനകളുണ്ട്. ഹൈ റേഞ്ച് പോലുള്ള പ്രദേശങ്ങളിൽ അത്തരം ചില നിയമങ്ങളുമുണ്ട്. അപ്പോൾ ഇത് അവിടെ മാത്രമുള്ള പ്രശ്നമല്ല, ഈ നിബന്ധനകൾ പല സ്ഥലത്തുമുണ്ട്. പക്ഷേ അവിടെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നു. അവിടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് വരുന്നു. അവിടെ വലിയൊരു ലാഭക്കണ്ണ് നമ്മുടെ താഴെയുള്ളവർ കാണുന്നു. അവരവിടെ ചെന്ന് ഇത് കയ്യേറുന്നു. ഇതിനെ തടസ്സം പിടിക്കാനായി അവർക്ക് കഴിയില്ലാത്തത് കൊണ്ട് ഈ 5 സെൻറ്റിലും 10 സെൻറ്റിലും ഒക്കെയുള്ള അവിടുത്തെ തദ്ദേശവാസികളായ ആൾക്കാരെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് അവരെ മുന്നിൽ നിർത്തി ഈ കയ്യേറ്റം സംരക്ഷിക്കാനായി ശ്രമിക്കുന്നു. ഇതാണ് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഗവൺമെൻറ് നീങ്ങുക തന്നെ വേണം. അവിടെ വരുന്ന ആൾക്കാർക്ക് ആനുപാതികമായി താമസ സൗകര്യം ഉണ്ടാക്കാൻ എന്തായാലും മൂന്നാറിൽ കഴിയില്ല. അപ്പോൾ അവിടെ വന്ന് കണ്ടിട്ട് മടങ്ങി താഴ്വാരത്തിൽ വന്ന് താമസിക്കുന്നത് പോലുള്ള ടൂറിസമേ അവിടെ കഴിയുള്ളൂ. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് നീങ്ങേണ്ടതുണ്ട്. അവിടെ തന്നെ നേരത്തെ ലാൻഡ് ബോർഡ് അവാർഡിൻ്റെ കാലം മുതലുള്ള 5000 ഏക്കർ ഡയറി ഫാമിന് വേണ്ടി മാറ്റിയിട്ടിടം, മൂന്നാർ ടൗണിന് വേണ്ടി മാറ്റിയിട്ട സ്ഥലം അവിടെ ഒഴിഞ്ഞു കിടന്നിട്ടാണ് ഈ ടൗൺ ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിൽക്കുന്നത്. അപ്പോൾ നദിയുടെ 50 വാര സംരക്ഷിക്കണമെന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ അവിടുത്തെ പരിസ്ഥിതിയുടെ പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്ത് അവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ നിലനിൽപ്പും അവരുടെ ഉപജീവനവും കണക്കിലെടുത്തുകൊണ്ട് അതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകേണ്ടതുണ്ട്. അവിടെ അത് ചെയ്യുമ്പോൾ ഈ റിസോർട്ട് എന്ന് പറഞ്ഞ് താഴെയിൽ നിന്ന് വന്നവർക്ക് അതിനുള്ള പരിഗണനയെ കൊടുക്കേണ്ടതുള്ളൂ. പക്ഷേ ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പലരും അവരാണ്. അവർ മുൻപിൽ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇടപെടുകയാണ് ശ്രീ ജോസഫ് സി മാത്യു. സമയക്കുറവുകൊണ്ടാണ്. ശ്രീ TC രാജേഷ് അവസാനിപ്പിക്കാം. ശുഭകരമാകുമോ കാര്യങ്ങൾ? ശുഭകരമാകണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ വരുന്ന ഓരോ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സർക്കാർ നിയോഗിക്കുന്ന ഓരോ സമിതികൾ ഓരോ റിപ്പോർട്ടുകൾ കൊടുക്കുന്നു. ഇത് ഓരോ തരത്തിലാണ് അവിടെ വ്യാഖ്യാനിക്കപ്പെടുന്ന ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമീപകാലത്ത് നിവേദിത P. ഹരൻ ഒരു റിപ്പോർട്ട് കൊടുത്തതനുസരിച്ച് അവിടെ നിൽക്കുന്ന വളർത്തിയിരിക്കുന്ന ഗ്രാൻഡിസ് യൂക്കാലുകളൊന്നും വെട്ടിമാറ്റാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. ഈ യൂക്കാലുകളൊക്കെ അവിടെയുള്ള തോട്ടമോ അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ അവരുടെ സ്ഥലത്തുമൊക്കെ വച്ചുപിടിപ്പിച്ച യൂക്കാലികളാണ്. മൂന്നാർ മേഖലയിൽ വ്യാപകമായ രീതിയിൽ കുടിവെള്ളക്ഷാമം ഇപ്പോൾ ഉണ്ടാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം യൂക്കാലിയാണ്. അത് വെട്ടിമാറ്റാൻ ഇവർ തയ്യാറാണെങ്കിൽ പോലും ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വെട്ടിമാറ്റുന്നത് തടഞ്ഞിരിക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ, ആവശ്യമില്ലാത്ത നിയമങ്ങൾ, ഇതൊക്കെയാണ് മൂന്നാറിനെ നശിപ്പിക്കുന്നത്. അത് മാറ്റി എഴുതി അവിടുത്തെ ആളുകളെ, അവിടുത്തുകാരായിട്ടുള്ള ആളുകളെ, മൂന്നാർ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഒരു തീരുമാനം ഉണ്ടാവുകയും മൂന്നാറിന് വേണ്ടി സമഗ്രമായൊരു പാക്കേജ് അല്ലെങ്കിൽ ഒരു നിയമം കൊണ്ടുവന്നുകൊണ്ട് തന്നെ സംരക്ഷിക്കുക എന്നത് മാത്രമേ നിലവിൽ മൂന്നാറിനെ രക്ഷിക്കുവാനുള്ള ഒരു മാർഗമായി നമുക്ക് അങ്ങനെ ദീർഘവീക്ഷണത്തോടെയുള്ള നടപടി പ്രതീക്ഷിക്കാമോ? ശ്രീ ആനന്ദവട്ടമാനന്ദൻ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അല്ല സനീഷ്, ഈ ചർച്ചയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി. പക്ഷെ രാജേഷ് ചൂണ്ടിക്കാണിച്ചോളൂ, ഞാനത് പറയാൻ തന്നൊരു കാര്യമാണ്. വൻകിട കയ്യേറ്റക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന സമരം. അതിന് രാജേന്ദ്രൻ MLA കയ്യേറ്റം, പാർട്ടി ഓഫീസുകൾ കയ്യേറി, ഇതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ വൻകിട റിസോർട്ട് ഉടമകളെ, കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്നതാണ് കുറേ നാളുകളായി നടക്കുന്ന ചർച്ച. രാജേന്ദ്രൻ വന്നിട്ട് അയാൾക്ക് എങ്ങനെയാണ് ഭൂമി കിട്ടിയെന്ന് പറഞ്ഞ് സേനാപതി വേണുവിന് അതിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. കൃത്യമായി പറഞ്ഞല്ലോ, 70-71 കാലത്ത് അയാൾക്ക് ലാൻഡ് അസൈൻമെൻറ്റ് ബോർഡ്, എല്ലാ കക്ഷികളും ചേർന്നാണ് ലാൻഡ് അസൈൻമെൻറ്റ് ബോർഡ്. ആ ബോർഡ് തീരുമാനിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത പട്ടയത്തെയാണ് അന്ന് മുതൽ, ഈ കഴിഞ്ഞ ഗവൺമെൻറ് കാലം മുതൽ ഇന്ന് വരെ രാജേന്ദ്രൻ MLA വീട് ഒഴിപ്പിക്കുക, അയാൾ കയ്യേറിയിരിക്കുന്നു എന്ന് പറയുന്നത് ആരെ രക്ഷിക്കാൻ?
അതിൻ്റെ പേരിൽ ചർച്ച നടന്നാൽ അയാളുടെ വീടും പാർട്ടി ഓഫീസും ഒഴിപ്പിച്ചാൽ ഈ കയ്യേറ്റക്കാരായ റിസോർട്ട് രാജാക്കന്മാരെ തൊടാവൂ. ആ റിസോർട്ട് രാജാക്കന്മാർക്ക് വേണ്ടി വക്കാലത്തുമായി കുറേ ആളുകൾ, അതിൽ നിങ്ങളുടെ മാധ്യമങ്ങളും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ചർച്ചയിൽ ഉടനീളം രാജേന്ദ്രൻ്റെ വീടാണ് നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടുത്തെ ഭൂപ്രശ്നമോ കുടിയേറ്റക്കാരുടെ പ്രശ്നമോ അല്ല നിങ്ങൾ വളരെ വളരെ നന്ദി ശ്രീ ആനന്ദവട്ടമാനന്ദൻ. ഞാൻ ഇടപെടുന്ന സമയക്കുറവുകൊണ്ടാണ്, എന്നോട് ക്ഷമിക്കണം. വളരെ നന്ദി ശ്രീ ആനന്ദവട്ടമാനന്ദൻ, ശ്രീ ഹരീഷ് വാസുദേവൻ, ശ്രീ ടി സി രാജേഷ്, ശ്രീ ജോസഫ് സി മാത്യു, ശ്രീ സേനാപതി വേണു, ശ്രീ എസ് രാജേന്ദ്രൻ ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശരിയാണ് അദ്ദേഹം പറഞ്ഞത്, ഈ ചില വിഷയങ്ങളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നത് ശരിയല്ല. പക്ഷേ അപ്പോൾ തന്നെയും ശ്രീ ഹരീഷ് വാസുദേവൻ പറഞ്ഞതുപോലെ നിയമത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കിയാൽ ഈ പറയുന്ന കുഴപ്പങ്ങൾ കൂടെ, പാർട്ടി ഓഫീസുകളുടെ കയ്യേറ്റം, എസ് രാജേന്ദ്രൻ MLA കയ്യേറ്റം എന്നതൊക്കെ തന്നെയും പ്രശ്നം തന്നെയാണ്. അത് പരിഹരിക്കുക എന്നത് എത്രത്തോളം ഇച്ഛാശക്തി ആവശ്യമുള്ള കാര്യമാണ്. ആ ഇച്ഛാശക്തിയിലേക്ക് സർക്കാർ പോകുമോ എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. മറ്റു പ്രശ്നങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് ഈ പറയുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും നേതാക്കളുടെയും കയ്യേറ്റം ഇല്ലാതാകുന്നില്ല എന്നത് കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. വളരെ നന്ദി ശ്രീ ആനന്ദവട്ടമാനന്ദൻ അടക്കമുള്ള അതിഥികൾക്ക്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.